ചില ആൾക്കാർ ചോദിക്കും എൻ്റെ അടുത്ത് എത്ര നാൾ ഞാൻ ഈ സ്കിൻ കെയർ ചെയ്യണം. അതെ അതെ ആ അപ്പോൾ ഞാൻ ചോദിക്കും എത്ര നാൾ നിങ്ങൾ പല്ല് തേക്കുന്നുണ്ടോ അത്രയും നാൾ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർകോഴ്സ് ഒരു ഓർഗാസം ഫീൽ ചെയ്യാത്തവരുണ്ട്, വെജൈനൽ ഡ്രൈനസ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ പെയിൻ ഡ്യൂറിങ് ഇൻ്റർകോഴ്സ് വരുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോസ് എന്താണെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. ചില ആൾക്കാർക്ക് ആ ഒരു ഔട്ട്സൈഡ് ജെനൈറ്റേലിയ, ഫീമെയിൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അത് നമ്മുടെ ഫേസ് പോലെ ഓരോരുത്തരുടെയും യുണീക്കാണ്. എവറി വുമൺ ഇസ് എ ഇൻഡിവിജ്വൽ സ്റ്റോറി. 30s കഴിയുന്ന ഉടനെ ഒരു 35-നകത്ത് എനിക്ക് ഒരുപാട് ഫീമെയിൽ പേഷ്യൻസ് ഉണ്ട്. ദേ ആർ റിലക്റ്റൻറ്റ് ടു ഹാവ് ഇൻ്റർകോഴ്സ്. പുരുഷന്മാർ ഡോക്ടറെ കാണാൻ വരാറുണ്ടോ? അവരെന്ത് പ്രശ്നങ്ങളുമായിട്ടാണ് വരാറുള്ളത്? ഫീമെയിൽസിനേക്കാൾ കൂടുതൽ ഇൻറ്റിമേറ്റ് ഏരിയ ഡാർക്കനിങ് ബോധേഡ് ആയിട്ടുള്ള മെയിൽസാണ്. ഈ മെയിൽ ഓർഗൻ എൻഹാൻസ്മെൻറ്റ് ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് കോപ്പുലേറ്ററി ഓർഗൻ ഓർ ദ മെയിൽ ഓർഗൻ വന്നിട്ട് ഭയങ്കര സൈസ് ഷോർട്ടായിരിക്കും. ഈ നുണക്കുഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു മെയിൽ ഇതിന് പോയി എന്ന് വേറെ ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് പറ്റും എന്ന്. ബട്ട് ഷീ ഹാസ് നെവർ ഫെൽറ്റ് ഓർഗാസം ടിൽ ഹർ 50 years ഓഫ് ലൈഫ്. ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യുവർ സ്കിൻ വിൽ താങ്ക് യു ലൈക്ക് എനിത്തിങ്. ഗ്ലൂട്ടത്തയോൺ ഒരു സേഫ് ഓപ്ഷൻ ആണോ? അത് വെളുക്കുക എന്നുള്ളതാണോ അതിന്റെ പ്രാഥമികമായ ലക്ഷ്യം? ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഉള്ളിൽ കഴിക്കാനുള്ളതും സ്കിന്നിൻ്റെ പുറമേ തേക്കാനുള്ളതും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിയുന്നതും വാങ്ങാതിരിക്കുക. ചില ആൾക്കാർ ഇങ്ങനെ ഹെയർ ലോസ് എന്ന് പറഞ്ഞ ഒരു ടിന്നിനകത്ത് മുടിയെല്ലാം കൂടി ഇട്ടുകൊണ്ട് വരും. ഡോക്ടറെ എനിക്ക് കഴിഞ്ഞ മാസം കൊഴിഞ്ഞ മുടി ഇത്രയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെയധികം ഡാർക്കായിട്ടുള്ള ഒരാളും, അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് മോർ ടുവേർഡ്സ് ഫെയറർ ടോണുമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കറുത്തിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയും. സം പീപ്പിൾ ഇൻക്ലൂഡിങ് കുറേ ഇംഗ്ലീഷ് ആക്ടേഴ്സ് ചെയ്തത് ദേ ഫേസ് ലുക്ക് വെരി ഫണ്ണി. ഇവിടെ കൊണ്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് ലുക്സ് വെരി ഫണ്ണി. ഋതിക് റോഷൻ്റെ ബോക്സ് ഷേപ്പ് ആയിട്ടുള്ള ചിൻ ആൻഡ് ജോ. അതുപോലെ തന്നെ ഇപ്പം ലേഡീസ് എന്ന് പറയുമ്പോൾ എല്ലാ ആക്ട്രസസും ചെയ്തിട്ടുണ്ട് അവരുടെ ജോലെ. ഇതെല്ലാം കഴിഞ്ഞപ്പം പുള്ളിക്കാരി എല്ലാം കഴിഞ്ഞ് എണീറ്റ് മുഖം നോക്കിയപ്പോൾ ഹേ ഇത് കൊള്ളാലോ. ബോഡി കോണ്ടോറിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ മെയിൻലി എൻ്റെ അടുത്ത് വരുന്നത് ബ്രസ്റ്റ് ആൻഡ് ബട്ടക്ക് ഓഗ്മെൻറ്റേഷൻ. ഇന്ന് സിംഗിൾ സെഷൻ നമുക്ക് ഡബിൾ ചിൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. മുടി വല്ലാണ്ട് കൊഴിയുന്നു, ഇപ്പോഴാണ് ഇത് തുടങ്ങിയത്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും ഇതുമായി വരുന്നവരോട് ആദ്യം പറയാനുള്ളൊരു കാര്യം? ബിക്കോസ് എങ്ങനെ വന്ന പേഷ്യൻറ്റിനെ എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഇത് വലിയ കാര്യമാണ്. ഡോക്ടറെ മുന്നിലിരിക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ കുറേ ഹെൽത്ത് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ജെനൈറ്റൽ എസ്തെറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറെ മുന്നിലിരിക്കുന്നത്. ഒരുപാട് സംശയങ്ങളുണ്ട്. ഒരു പുകമറ മാത്രമാണ് മുന്നിലുള്ളത് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ജെനൈറ്റൽ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ജെനൈറ്റൽ എസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം അല്ലെങ്കിൽ ബോഡിയുടെ ഏതൊരു പാർട്ട് പോലെ തന്നെയാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ, ബി ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ. നമ്മൾ ഒരു 10 വയസ്സുള്ളപ്പോൾ ഉള്ള പോലെയല്ല നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ ഒരു 18 വയസ്സാകുമ്പോൾ. അതാണോ ഒരു ചൈൽഡ് ബർത്ത് കഴിഞ്ഞിട്ടുള്ളത്? അല്ല. അപ്പോൾ ഒരു മിനോപോസ് ഹിറ്റ് ചെയ്യുമ്പോഴോ? അപ്പോൾ ഒരുപാട് വ്യത്യാസം മുഖത്തോടൊപ്പം തന്നെ വരുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷനും അപ്പിയറൻസും അതുപോലെ കംഫർട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മേഖലയാണ് ജെനൈറ്റൽ എസ്തെറ്റിക്സ്. ഓക്കെ. അപ്പോൾ സംശയമുള്ളത്, ഇതൊരു ഹൈജീനിക് അതാണോ കൈകാര്യം ചെയ്യുന്നത്, അതോ എസ്തെറ്റിക്സ് എന്ന വാക്ക് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്? എസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ അപ്പീലിംഗ് എന്നാണല്ലോ അർത്ഥം വരുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് മാത്രമല്ല അതിൻ്റെ ഫങ്ഷനും കൂടെ വരുമ്പോഴാണ് അത് അപ്പീലിംഗ് ആവുന്നത്, അല്ലേ? അപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ലേഡി ഒരു 80 കിലോയിൽ നിന്ന് പെട്ടെന്ന് ഒരു 60 കിലോയിലോട്ടായി. മുഖമൊക്കെ ഒട്ടി, വയറൊക്കെ ഒട്ടി, എക്സ്ട്രാ സാഗിങ് ആയിട്ടുള്ള ഫാറ്റൊക്കെ പോയി, ഹാപ്പി ആയില്ലേ? പക്ഷേ ഇൻറ്റിമേറ്റ് ഏരിയയിൽ എന്ത് പറ്റുന്നു? യെസ്. അപ്പോൾ ആ ഒരു ഏരിയയിലെയും ഫാറ്റ് ചിലപ്പോൾ പോവും, അവിടെയും സാഗിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അപ്പിയറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു എ ഫാമിലി ലൈഫ്, അല്ലേ? ഇപ്പോഴും അത് ചില ആൾക്കാർക്ക് അറിയില്ല. വൈ? ബിക്കോസ് ഇങ്ങനെയാണ് ഇനി, അല്ലെങ്കിൽ ഐ നീഡ് ടു ലിവ് വിത്ത് ദിസ് എന്നൊരു ചിന്താഗതിയാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ലേഡീസിനുള്ളത്. പക്ഷെ അത് മാറ്റേണ്ട സമയമായി. കുറച്ചുകൂടി ഡീപ്പായി അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മളൊരു ഏജ് വൈസ് നോക്കണം. നമുക്ക് ആദ്യം സ്ത്രീകളുടെ കാര്യം സംസാരിച്ചാൽ ഒരു ഏജ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കൗമാരം, ഒരു ടീനേജർ, അപ്പോൾ നമുക്ക് അവരോട് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? നിങ്ങൾ എങ്ങനെ ഒരു വെജൈനൽ എസ്തെറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക?
നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഞാൻ അബവ് 18 ഇയേഴ്സ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വൈ? ബിക്കോസ് ആ ഒരു ഇൻറ്റിമേറ്റ് എസ്തറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ടീനേജേഴ്സിനെ സംബന്ധിച്ച് അവരുടെ കാര്യമല്ല. അവർക്ക് ഹൈജീനിക്കലി ആ പാട്ട് വെക്കുക. ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ആ ഏരിയയിലെ ഹെയർ റിഡക്ഷൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക. അതല്ല, ഒത്തിരി ഡാർക്കായിട്ടുള്ളവർക്കാണെങ്കിൽ അതൊന്ന് ലൈറ്റൻ ചെയ്യുക. ഇതൊരു ടീനേജറെ സംബന്ധിച്ച് ഒരാവശ്യമല്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ മാരേജൊക്കെ പ്ലാൻ ചെയ്ത് വരുന്ന ആൾക്കാരാണ് കൂടുതലും ഇൻറ്റിമേറ്റ് ഏരിയ ബ്രൈറ്റനിങ്, ലൈറ്റനിങ്, അവിടെ അങ്ങനെ ഇരിക്കുന്നു, ചെറിയൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പം ആ ഒരു കളറിൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, സ്കിന്നിൻ്റെ ടെക്സ്ചറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, ആ ഏരിയയിലെ ഹെയർ റിഡക്ഷൻ പ്രൊസീജിയേഴ്സ്, അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്, അതായത് ബേസിക് ആയിട്ട് തിങ്ക് ചെയ്യുവാണെങ്കിൽ വരുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ചില ആൾക്കാർക്ക് ആ ഒരു ഔട്ട്സൈഡ് ജെനൈറ്റേലിയ, ഫീമെയിൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അത് നമ്മുടെ ഫേസ് പോലെ ഓരോരുത്തരുടെയും യുണീക്കാണ്. എവ്രി വുമൺ ഈസ് എ ഇൻഡിവിജ്വൽ സ്റ്റോറി. അതെ, ഇപ്പോൾ നമ്മൾ ഓരോ മുഖം കാണുമ്പോഴും അത് ഡിഫറെൻ്റ് ആണെങ്കിൽ, ഓരോരുത്തരുടെയും ബ്രസ്റ്റ് ആണെങ്കിലും ഇൻറ്റിമേറ്റ് ഏരിയ ആണെങ്കിലും അതും യുണീക്കാണ്. യെസ്, നമ്മൾ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ 2 കൈ 2 കാല് എല്ലാവർക്കും ഇതുണ്ടല്ലോ. നോ, അങ്ങനെയല്ല, അത് യുണീക്കാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് അതുകൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു ഫീമെയിലിൻ്റെ ഔട്ടർ ജെനൈറ്റേലിയ, ആ ലേബിയ എന്ന് പറയുന്നത് പുറത്തുള്ള ആ മാംസമുള്ളൊരു പാർട്ടാണ്. അതിൻ്റെ അകത്തുള്ളൊരു ലീഫി അല്ലെങ്കിൽ പെറ്റൽ പോലെ ഇരിക്കുന്നതാണ് ലേബിയ മൈനോറ, പുറത്തുള്ളത് ലേബിയ മേജോറ. അപ്പം ഈ ലേബിയ മൈനോറ ചില ആൾക്കാർക്ക് ഭയങ്കര നീളമുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് ഈ സൈക്ലിംഗ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ജീൻസോ ടൈറ്റായിട്ടുള്ള ഡ്രസ്സോ ഇടാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നം വരും. അപ്പോൾ ലേബിയൽ ട്രിമ്മിങ് പോലെയുള്ള മൈനർ പ്രൊസീജിയേഴ്സ്, അതൊരു സർജറി ആയിട്ട് തന്നെ കാണണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ആ ലേബിയ മേജോറയിലെ ഫാറ്റ് മൊത്തം അങ്ങ് പോകും. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഈ റേസൻസ് അല്ലെങ്കിൽ ഉപ്പിലിട്ട വാങ്ങുമല്ലോ, അതങ്ങ് ചുരുങ്ങി പോകും. ഓക്കെ, അപ്പം അതിന് ആ ഒരു ലേബിയൽ പഫിങ് പോലെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും ബ്യൂട്ടിഫുൾ ആവും. ഡോക്ടർ, അപ്പോൾ സ്വാഭാവികമായുള്ള സംശയമാണ്, ഒരു വെജൈനൽ ബർത്ത് കഴിഞ്ഞ് എന്ത് മാറ്റമാണ് നമുക്കൊരു വെജൈനൽ ഏരിയയിൽ പ്രധാനമായി കണ്ടിരിക്കുന്നത്? സ്ത്രീകൾ എന്ത് ആശങ്കയായിട്ടാണ് വരുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 30s കഴിയുന്ന ഉടനെ, ഒരു 35-നകത്ത് എനിക്ക് ഒരുപാട് ഫീമെയിൽ പേഷ്യൻസ് ഉണ്ട്. ദേ ആർ റിലക്റ്റൻറ്റ് ടു ഹാവ് ഇൻ്റർകോഴ്സ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആഫ്റ്റർ എ ചൈൽഡ് ബർത്ത് ഇനി എന്തിനാണെന്നുള്ള നമ്മുടെ 80s and 70s ഉള്ള സ്ത്രീകൾ ചിന്തിക്കുന്ന ആ ഒരു ഇതുണ്ട്, ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, ഇനിയിപ്പോൾ എന്തിനാ എന്ന് പറയുന്ന ആ ഒരു ചോദ്യം നമ്മൾ ഇൻ ഡെപ്ത് അതെന്തിനാണെന്ന് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുമ്പോൾ പറയുന്നത് ദേ ഡോണ്ട് ഫീൽ എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഈ സെൻസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇൻ്റർകോഴ്സിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തിനോ വേണ്ടി അങ്ങനെ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ലയെന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും ലേഡീസ്. അപ്പോൾ ഈ 30-35 ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയുക, ഒരു ലേഡി ഒന്ന് മെൻ്റലി ഒക്കെ ഒന്ന് ഓക്കെ ആയി ഒരു മെച്ചുറായി വരുന്ന സമയമാണത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സെൻസേഷൻ ഇല്ലയെന്ന് പറയുമ്പോൾ അപ്പം അത് എവിടെ പോയി? അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞു, ഇല്ലെങ്കിൽ ബി ഇറ്റ് എനിത്തിങ്, ഒരു ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്, ഒരു ഫസ്റ്റ് ഒരാൾ തൊടുന്ന ആ ഒരു സെൻസേഷൻ ആയിരിക്കില്ല പിന്നെ വരുന്നത്. അത് നമ്മൾ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർകോഴ്സ്, ഒരു ഓർഗാസം ഫീൽ ചെയ്യാത്തവരുണ്ട്, വെജൈനൽ ഡ്രൈനസ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ പെയിൻ ഡ്യൂറിങ് ഇൻ്റർകോഴ്സ് വരുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോസ് എന്താണെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീ വരികയാണ് ഡോക്ടറുടെ അടുത്തേക്ക്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ പറയുകയാണ്, എനിക്ക് ഫോർ എക്സാമ്പിൾ വളരെ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്? മെഡിക്കേഷനാണോ അതോ പ്രൊസീജിയേഴ്സ് ആണോ? എന്നെ സംബന്ധിച്ച് ഞാൻ 0 മെഡിക്കേഷൻ കൊടുക്കുന്ന ആളാണ്. I am basically an injector. I love to do procedures only. അല്ലാതെ എല്ലാ ദിവസവും ഓരോ പില്ല് വെച്ച് കഴിക്കുന്നു, വീട്ടിൽ ആരോടൊക്കെ ആൻസറബിൾ ആവണം, ഇത് എന്തിനു കഴിക്കുന്നതാണെന്ന്. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വീട്ടിലെ മെയ്ഡോ അല്ലെങ്കിൽ അമ്മായിയമ്മയോ വേറെ ആരെങ്കിലും കണ്ട് അവരുടനെ ഇപ്പോൾ ഗൂഗിൾ എടുത്ത് വെച്ച് നോക്കും വാട്ട് ഇസ് ഇറ്റ് ഫോർ എന്നുള്ളത്.
അല്ലേ? അപ്പം എനിക്കത് പേഴ്സണലി അനുഭവം ഉള്ളതാണ്. എന്തൊരു മെഡിസിൻ ഇരുന്നാലും ആരെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്നാപ്പ് എടുത്ത് പെട്ടെന്ന് ChatGPT-യിലോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ആവശ്യം ബേസിക്കലി വരുന്നില്ല. ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അതിപ്പോൾ നോൺ സർജിക്കലും സർജിക്കലും ഉണ്ട്. ഞാനിത് രണ്ടും ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നോൺ സർജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇഞ്ചെക്റ്റബിൾസിൽ വെക്കും. അതുപോലെ തന്നെ എനർജി ബേസ്ഡ് ഡിവൈസസ്, അതായത് മെഷീൻസ് ഉണ്ട്. അതുമാത്രമല്ല സർജിക്കലി റിപ്പയർ ചെയ്യുകയും ചെയ്യാൻ പറ്റും. പക്ഷേ ചോയ്സ് ഓഫ് പേഷ്യൻ്റ് എന്ന് പറയുന്നത് അവരുടെ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്ലിനിക്കലി നമ്മൾ അവരെ എക്സാമിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഈ 2 ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ ഇന്ന ഓപ്ഷനേ ഉള്ളൂ എന്ന് പറയണേ. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ കേസും വ്യത്യസ്തമായിരിക്കും, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ത്രീകളും കോമൺലി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ആ ഇൻറ്റിമേറ്റ് ഏരിയയിലെ കറുപ്പ് നിറം, അത് കൂടി വരുന്നു എന്നുള്ളത്. അത് പൊതുവിൽ എന്താണ് അതിന് പരിഹാരമായിട്ട്, അല്ലെങ്കിൽ ഹോം റെമഡീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് വരുമ്പോൾ ഡോക്ടർ എന്താ പറയാനുള്ളത്? അതിനൊരു ഏറ്റവും മിനിമലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിലുള്ളതെന്നാണ് മജോറിറ്റി ആൾക്കാരും ചിന്തിക്കുന്നത്. നാച്ചുറലായിട്ടുള്ളതൊക്കെ എന്ന് പറയുന്നത് സേഫ് ആണെന്നൊരു അർത്ഥമില്ല. അടുക്കളയിലുള്ള സാധനം കഴിക്കുക, അല്ലാതെ അത് അവിടെ ഇവിടെയും തേച്ചിട്ടൊരു കാര്യമില്ല. ഫസ്റ്റ് തിങ്, എനിക്ക് ഡേ ബൈ ഡേ ഒത്തിരി ക്വയറീസ് വരുന്നതാണ് എന്താണ് DIY അല്ലെങ്കിൽ നാച്ചുറലി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ നാച്ചുറോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം വാട്ട് ഐ ഡു ഇസ് ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് പിഗ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് പറയുന്നത്. അതിപ്പം കെമിക്കൽ പീൽസ് ഉണ്ട്, എനർജി ബേസ്ഡ് ഡിവൈസസ് ഉണ്ട്, ആ പെർട്ടിക്കുലർ ഏരിയ ലൈറ്റൻ ചെയ്യാനായിട്ടുള്ള കോക്ടെയിൽസ് അവൈലബിൾ ആണ്, അതുപോലെ ഇൻഫ്യൂഷൻ തെറാപ്പീസ് ഉണ്ട്, മീസോ തെറാപ്പി ഉണ്ട്, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ഒരു പേഷ്യൻറ്റിനെ കണ്ടിട്ട് ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്ന എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ബി ഇറ്റ് ഫേസ്, ബോഡി അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഏരിയ, ഇറ്റ് ഈസ് ആൻ ഐ ട്രെയിനിങ്. നമ്മൾ കണ്ടിട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഡോക്ടർ, ഇതിൽ 2 സംശയങ്ങളുണ്ട്. ഒന്ന്, ഇത് സേഫ് ആണോ എന്നുള്ളത്. 2, ഇത് എക്സ്പെൻസീവ് ആണോ എന്നുള്ളത്. ഇതിന് രണ്ടിനും എന്താണ് മറുപടി? സേഫ്റ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡോക്ടർ. ഓക്കെ, ഒരുമാതിരിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും സേഫാണ്. ഒരു ഡോക്ടർ മനഃപൂർവ്വം ഒരാളെ ഹാം ചെയ്യത്തില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡോക്ടർ, ഏതൊരു പ്രൊസീജിയറിൻ്റെയും സേഫ്റ്റി. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് ഡോക്ടറിൻ്റെ കയ്യിലല്ല, പേഷ്യൻ്റെ കയ്യിലാണ്. ഓക്കെ, ഇപ്പോൾ ഒരു പ്രൊസീജിയർ ചെയ്തു, ഒരു പെർനിയോപ്ലാസ്റ്റി ചെയ്യാൻ വന്നു, അതായത് ആ വെജൈനൽ ടൈറ്റനിങ് എന്ന് പറയുന്നത്, വെജൈനോപ്ലാസ്റ്റി എന്ന് പറയും. അപ്പം നമ്മളത് പ്രോപ്പർലി അത് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് എക്സസ് ഓഫ് ടിഷ്യൂ ഒക്കെ കളഞ്ഞ് ബ്യൂട്ടിഫുള്ളായിട്ട് സ്യൂച്ചർ ചെയ്ത് ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു വെജൈനയായിരിക്കും നമ്മൾ കൊടുത്തു വിടുന്നത്. അപ്പം അതിനൊരു പ്രോപ്പർ കെയർ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇത്ര നാളത്തേക്ക് ഇൻ്റർകോഴ്സ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. ബിക്കോസ് ആ വൂണ്ട് ഹീൽ ചെയ്യണം. അപ്പോൾ അതൊന്നും കേൾക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പ്രൊസീജിയർ ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഡോക്ടറിൻ്റെ എക്സ്പെർട്ടൈസാണ്. ഇപ്പോൾ ഒരു ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ സർട്ടിഫൈഡ് ആണ്, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ പേഷ്യൻ്റ് ഒരു കൺസേൺ റേസ് ചെയ്ത് എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ മിനിമം അവർക്ക് എൻ്റെ കേസ് ഒരു 5 to 6 ബിഫോർ ആഫ്റ്റേഴ്സ് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് മാത്രമാണ് അവരുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പോലും സംസാരിക്കുന്നത്. മീൻസ് നമ്മുടെ എക്സ്പെർട്ടൈസ് എന്താണെന്നുള്ളത് ഇൻഡയറക്റ്റ്ലി അവർക്ക് കാണണം. അതെ, അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ചില ആൾക്കാർ ഓൺ ഫേസ് ചോദിക്കും, ഡോക്ടർ യു ലുക്ക് വെരി യങ്, ആക്ച്വലി പഠിച്ചിറങ്ങിയിട്ട് ഒത്തിരി നാളായോ? അപ്പം ഞാൻ 10 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതിനിടെ ഞാൻ ഇതൊരു 1000 തവണ കേൾക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു ബിഫോർ ആഫ്റ്റർ ഇത് ഇങ്ങനെയായിരുന്നു, സോ ഇങ്ങനെയായി, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് വരുമ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവം പേഷ്യൻ്റെ കയ്യിൽ തന്നെ. ഓക്കെ, അതുപോലെ ഇത് എത്രമാത്രം എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? See, all these are not coming under life-saving procedures. Aesthetics means it is a part of luxury. അതെ, ആൻഡ് കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എവറിത്തിങ് ഇസ് ലൈക്ക് എന്താ പറയുക, വൺ സൈസ് നെവർ ഫിറ്റ് ഫോർ ഓൾ. ഓക്കെ, അതുകൊണ്ട് ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലക്ഷറി. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സ്ത്രീകളുടെ വെജൈനൽ ഹെൽത്തിനെ പറ്റിയിട്ടും എസ്തെറ്റിക്സിനെ പറ്റിയും സംസാരിച്ചു. പുരുഷന്മാർ ഡോക്ടറെ കാണാൻ വരാറുണ്ടോ? അവരെന്ത് പ്രശ്നങ്ങളുമായിട്ടാണ് വരാറുള്ളത്? അവർ കുറച്ച് ഇൻഹിബിറ്റഡ് ആണോ ഒരു ലേഡി ഡോക്ടറെ അടുത്തേക്ക് എത്താൻ? എന്താണ് അനുഭവം?
ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡേ ടു ഡേ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് എൻക്വയറി വരുമ്പോൾ ലേഡി ഡോക്ടറാണോ, അവിടെ മെയിൽ ഡോക്ടർ ഇല്ലേ? അപ്പോൾ സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, അയ്യോ പേഷ്യൻ്റ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, മെയിൽ ഡോക്ടർ ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇഫ് ഐ ക്യാൻ സീ യുവർ നോസ്, ഐ ക്യാൻ സീ യുവർ ഇൻറ്റിമേറ്റ് ഏരിയ ഓൾസോ. ബിക്കോസ് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽസ് ആണ്. ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്കില്ല, പേഷ്യന്റ് മാത്രമേ ഉള്ളൂ. പേഷ്യന്റ് ജെൻഡർ വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ജെനൈറ്റൽ എസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് മാത്രം, അല്ലാതെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിമിനേഷൻ വെക്കാറില്ല. പക്ഷെ ഇത് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്, അത് സത്യം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽസ് വരുന്നത് ഫീമെയിൽസിനേക്കാൾ കൂടുതൽ ഇൻറ്റിമേറ്റ് ഏരിയ ഡാർക്കനിങ് ബോധേഡ് ആയിട്ടുള്ള മെയിൽസ് ആണ്. അവരുടെ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ കൂടി ആയിരിക്കും അല്ലേ? അതെ, ഞാൻ ആദ്യമൊക്കെ ഓർത്തു ഫീമെയിൽസിനായിരിക്കും ആ പ്രശ്നമെന്ന്. നോ, മെയിൽസിനാണ് ഏറ്റവും കൂടുതൽ ആ പ്രശ്നമുള്ളത്. പക്ഷേ അത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും റാദർ ദാൻ എ ഫീമെയിൽ. വൈ? ബിക്കോസ് മെയിൽസ് ജനറലി, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അടക്കം ഞാനൊരു ഫേസ് വാഷ് കൊടുത്താലും പുള്ളിക്കാരൻ സോപ്പിട്ട് മുഖം തേക്കുന്ന ഒരാളാണ്. അപ്പോൾ മെയിൽസിനെ സംബന്ധിച്ച് ആ മെയിൽ ആയതുകൊണ്ട് മാത്രം വരുന്നൊരു കാര്യമാണത്. എന്നാൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്, അവർ ചേഞ്ച് ചെയ്യുന്നു, അവർ സ്കിൻ കെയർ റുട്ടീനൊക്കെ ഉണ്ട്. അതേപോലെ മെയിൽസിന് മാത്രം കണ്ടുവരുന്നതാണ്. വിബ്ജിയോറിന് അപ്പുറത്തൊരു കളറും മെജോറിറ്റി മെയിൽസിനും അറിയുന്നുണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനേഴ്സ്, ഫാഷൻ ഡിസൈനേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ടീൽ കളറുണ്ട്, ടെർക്കോയ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഈ മെയിൽസിൻ്റെ പ്രശ്നങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്കളറേഷന് ഉപരി ഈ മെയിൽ ഓർഗൻ എൻഹാൻസ്മെൻറ്റ്, ചില ആൾക്കാർക്കെന്ന് പറയുന്ന കോപ്പുലേറ്ററി ഓർഗൻ ഓർ ദ മെയിൽ ഓർഗൻ വന്നിട്ട് ഭയങ്കര സൈസ് ഷോർട്ടായിരിക്കും. അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം. ലെസ് ദാൻ 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഒക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ പ്രിമച്വർ ഇജാക്കുലേഷൻ, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലും അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൽ ഓർഗൻ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുമ്പം ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താ അറിയോ, തിക്നെസ് അല്ല ലെങ്ത്തിലാണ് കാര്യം എന്ന്. പക്ഷേ വാട്ട് ഐ want to tell them is like ആ തിക്നെസ്സും അതുപോലെ പ്രൊപ്പോർഷനും അതാണ് വേണ്ടുന്നത്, അതാണ് ഐഡിയലി വേണ്ടുന്നത്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഒരു ലേഡി ഡോക്ടർ ആയതുകൊണ്ട് അവർക്ക് പറയാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണും. ആൻഡ് ഇറ്റ് ടേക്സ് ലൈക്ക് അവേഴ്സ് ഒരു കൺസൾട്ടേഷൻ, അവരുടെ കാര്യം എന്താണെന്നുള്ളതൊന്ന് പറയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. പിന്നെ ചില ആൾക്കാർ പറയും, അയ്യോ ഒരു മെയിൽ ഇതിന് പോയി എന്ന് വേറെ ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് പറ്റും എന്ന്. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ആൾക്കാരുടെ അല്ലെങ്കിൽ മെയിൽസിൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ ആയിട്ട് പറയാനുള്ളത്, ഒരു ഫീമെയിലിന് ഒരു ലിപ് ഫില്ലർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ചെയ്യാം, വട്ടക്സ് ഓഗ്മെൻറ്റേഷൻ ചെയ്യാം എങ്കിൽ അവർക്ക് കോൺഫിഡൻസ് കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ എങ്കിൽ മെയിൽസിന് കോൺഫിഡൻസ് വേണ്ടേ? വേണം. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ഞാനൊന്ന് പറയണം. നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഡു ഇറ്റ് സേഫ്ലി. ഈ മെയിൽ ഓർഗൻ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ മെഡിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള ഹൈലി പ്യൂരിഫൈഡ് ഹൈലൂറോണിക് ആസിഡിൻ്റെ ഫില്ലേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, മെയിൽ ഓർഗൻ എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് നോ ഇംപ്ലാന്റ്സ്, നോ സർജറി, നോ കട്ട്സ്, നോ ഹോസ്പിറ്റലൈസേഷൻ, നോ ഡൗൺ ടൈം. അതെ, ഓഫീസിൽ നിന്ന് ലഞ്ച് ബ്രേക്കിന് ഇറങ്ങി ഇത് ചെയ്തിട്ട് തിരിച്ചു പോവാം. ഹാർഡ്ലി 1 hour അത്രേ വേണ്ടൂ. ഡോക്ടർ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്, കുറേ പേരുടെ പുറത്ത് പറയാൻ അവർ വിഷമിക്കുന്ന, വളരെ സ്വകാര്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടറോട് പറയുന്നത്, ഡോക്ടർ അടുത്തേക്ക് വരുന്നതും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറിയല്ല, ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു റിസൾട്ട് വന്നിട്ട് പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ടാണ് സത്യം പറഞ്ഞാൽ. പുള്ളിക്കാരൻ വെൽ ഓഫ് ഫാമിലിയാണ്, ടെക്കിയാണ്, കാണാനും കൊള്ളാം, മോഡലിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഫാമിലി ലൈഫ് ഒട്ടും ഒരു സുഖകരമല്ല. അപ്പം ഈ ഒരു ജെനൈറ്റൽ ഏരിയയുടെ ചെറിയൊരു പ്രശ്നമാണ് അത് ആ പുള്ളിക്കാരൻ്റെതാണ്. ഒന്നാമത് സൈസ് ഇഷ്യൂസ് ആൻഡ് പ്രിമച്വർ ഇജാക്കുലേഷൻ. ഓക്കെ, ആൻഡ് ഈ ഫാമിലി ലൈഫ് ഇങ്ങനെ ഡിസ്റ്റർബ്ഡായി വരുമ്പോൾ ആ എറക്ടൈൽ ഡിസ്ഫങ്ഷനും വന്നതുപോലെ അത് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലൊരു ഹിസ്റ്ററിയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ആദ്യം ഇപ്പോൾ മെയിൽ ഓർഗൻ എൻഹാൻസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് ആ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആദ്യം അഡ്രസ്സ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ഞാൻ അന്നേരവും ആ പുള്ളിക്കാരോടും പറഞ്ഞു, 0 ഈറ്റബിൾ, നീ ജസ്റ്റ് വന്ന് എൻ്റെ അടുത്ത് നിന്ന് പ്രൊസീജിയർ ചെയ്തിട്ട് പോ, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, ഓക്കെ എന്ന്. അപ്പം ആദ്യം വന്നു,
അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ പ്രൊസീജിയർ ചെയ്യാന്ന് പറയുമ്പം ഒന്നാമത് ഫ്രണ്ടും കൂടെ ഒക്കെ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. ആ അതെ, പക്ഷെ പ്രൊഫഷണലി നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള ഈ 10 വർഷം കൊണ്ട് പഠിച്ച് കാണുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ ചെയ്തു. ആഫ്റ്റർ 3 days എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ആ പ്രൊസീജിയർ ചെയ്തെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു അതങ്ങനെ തന്നെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആഫ്റ്റർ എ മന്ത് എഗെയിൻ കോൾ ചെയ്തു. ആക്ച്വലി ഐ എം ഇംപ്രൂവിങ്. ഞാൻ മരുന്നൊന്നും കഴിക്കുന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഒരു ഉറപ്പൊന്നും ഇല്ലായിരുന്നു. നീ മരുന്നും തന്നില്ല, നീ എന്തോ ഒന്ന് കുത്തിവെച്ചു, അതിനപ്പുറത്തോട്ടൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പോൾ നെക്സ്റ്റ് മന്ത് വന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തിനാ ട്രീറ്റ്മെൻറ്റ്, നീ ഓക്കെ ആയില്ലേ? അന്നേരം ശരി, ആ ഒരു എലോങ്ങേഷനും കൂടെ കുറച്ചൊന്ന് കറക്റ്റ് ആക്കണം. അപ്പോൾ ആ സൈസും കൂടെ ഞാൻ കറക്റ്റ് ആക്കി. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് എനിക്ക് കോള് വരുന്നു, ഐ ആം ഇംപ്രൂവിങ്, ഡേ ബൈ ഡേ ഐ എം ഇംപ്രൂവിങ്, പക്ഷേ എനിക്കൊരു ബൂസ്റ്റർ ഷോട്ട് ഒന്ന് എടുത്താൽ കൊള്ളാം. അപ്പം ഞാനല്ല അത് ഡിസൈഡ് ചെയ്യുന്നത്, പേഷ്യൻ്റാണ്. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ബ്യൂട്ടി എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പേഷ്യൻറ്റിൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. ഓക്കെ ഡോക്ടർ, ഈ അനുഭവം പങ്കുവെച്ചപ്പോൾ ഞാൻ ശരിക്കും കേട്ടിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഈ ഒരു പ്രായം കഴിയുമ്പോൾ എബോ 40 ഒക്കെ ആവുമ്പോൾ ഒരു വെജൈനൽ ടൈറ്റനിങ് മാറുകയും അത് ശരിക്കും പിന്നെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ ഒക്കെ ബാധിക്കുന്നതായി കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും സ്ത്രീകൾ അഡ്രസ്സ് അവരതങ്ങനെയാണ് എന്നാണ് യൂസ് ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണോ? എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത്? ഇതിന് ചികിത്സ ട്രീറ്റ്മെൻറ്റ് തന്നെ പറയട്ടെ, അത് ശരിക്കും ഫലപ്രദം തന്നെയല്ലേ ഡോക്ടർ അനുഭവത്തിൽ നിന്ന്? അതെ, ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു 40 years ഒന്നും വേണമെന്നൊന്നുമില്ല. എനിക്ക് 50 years ഉള്ളൊരു പേഷ്യൻ്റ് ഉണ്ട്. ഓക്കെ, പുള്ളിക്കാരി 2 മക്കളും ഉണ്ട്. ബട്ട് ഷീ ഹാസ് നെവർ ഫെൽറ്റ് ഓർഗാസം ടിൽ ഹർ 50 years ഓഫ് ലൈഫ്. അത് ഞാനൊരു സർവേ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട്. അതെ, ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ. യെസ്. അപ്പം അതെന്താ ഡോക്ടറെ എന്ന് പറയുമ്പം അത് ഫ്രം ദ ബിഗിനിങ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആഫ്റ്റർ 2 days ഐ എം ഗെറ്റിംഗ് എ കോൾ, അയ്യോ ഡോക്ടറെ ഇത്രയും വയസ്സായിട്ട് ഞാനിത് അറിഞ്ഞില്ല എന്ന്. അപ്പം ആ ഒരു കാര്യം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏജ് എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററേ അല്ല. ഒരു ഡോക്ടറെ കാണാൻ മടിക്കേണ്ടതുമില്ല അല്ലേ? വളരെ സ്വകാര്യമായിട്ടല്ലേ ഡോക്ടർ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്? പിന്നെ അതിന് നമുക്ക് ജഡ്ജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് പ്രൊഫഷൻ. അതെ, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ടെക്കി സിസ്റ്റത്തിലിരുന്ന് അവർ ജോലി ചെയ്യുന്നത് പോലെ എൻ്റെ ജോലി ഇതാണ്, ഞാനത് ചെയ്യുന്നു. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഒരു സംശയം കൂടിയുള്ളത്. ഈ മെനോപോസിനെയൊക്കെ എടുക്കുമ്പോൾ എന്ത് മാറ്റമാണ് സ്ത്രീകൾ കാണാറുള്ളത്? അവർ ഒരു ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ത് ആശങ്കയായിട്ടാണ് ആ ഏജിലുള്ള സ്ത്രീകൾ കാണാൻ വരുന്നത്? മോസ്റ്റ്ലി വെജൈനൽ ഡ്രൈനസ് തന്നെയാണ്. പിന്നെ ലോസ് ഓഫ് ലിബിഡോ ഉണ്ടാവും. അതുപോലെ ആ ഒരു ഏരിയയിൽ സെൻസേഷൻ കുറയുന്നത്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇൻ എ സിംഗിൾ സെഷൻ നമുക്ക് ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും വാട്ട് റിസൾട്ട് ദേ ഗോട്ട് എന്നുള്ളത്. അത് മെയിൽസിന് പറ്റില്ല. സ്ത്രീകൾക്ക് മാത്രമാണ് ആ ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 35-year-old ഒരു ലേഡി വന്നു. വെജൈനൽ ഡ്രൈനസ്സും ഉണ്ട് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. അതുപോലെ ഷീ ഈസ് നോട്ട് ഫീലിംഗ് എനിത്തിങ്. അപ്പോൾ ആ സെൻസേഷൻ്റെ ഒരിത്. അപ്പം ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പകുതിയായി ഇരിക്കുവാണ്. അപ്പോഴത്തേനും ഈ സെൻസേഷൻ ഷീ സ്റ്റാർട്ടഡ് ഫീലിംഗ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു വിഷൻ നമുക്കുണ്ട് ആ ലേഡീസിന്. അപ്പം എന്ത് എക്സ്റ്റെൻഡ് വരെ ആ ഒരു എനർജി ബേസ്ഡ് ഡിവൈസ് ആണെങ്കിൽ അത്, ഇഞ്ചെക്റ്റബിൾസ് ആണെങ്കിൽ അത് പോകണം, എപ്പോൾ ഇവരുടെ നെക്സ്റ്റ് സെഷന് വിളിക്കണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഈ വെജൈനൽ റീജുവനേഷൻ. ആ വാക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വെജൈനൽ റിജുവനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 15 വയസ്സിൽ ഇരുന്ന ആ ഒരു ഏരിയ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്ത് ടൈറ്റ് ആക്കി ബ്യൂട്ടിഫുൾ ആക്കി കൊടുക്കും അറ്റ് എനി ഏജ്. അറ്റ് എനി ഏജ്. ഓക്കെ ഡോക്ടർ, ഇനി നമ്മളൊരു ഇൻറ്റിമേറ്റ് വെൽനെസ്സിൽ നിന്നിട്ട് ജനറൽ എസ്തെറ്റിക്സിലേക്ക് വന്നാൽ ഡോക്ടർ പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? ഞാൻ സ്കിൻ, ഹെയർ ആൻഡ് ബോഡി എന്നാണ് റഫ്ലി പറയുന്നത്. ഈ ഹെയർ വന്നിട്ട് നേരത്തെയൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമായിരുന്നു, ഇപ്പം ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. പിന്നെ എനിക്കൊരു വാശിയുള്ളത് എല്ലാ പ്രൊസീജിയറും ഞാൻ തന്നെ ചെയ്യണമെന്നുണ്ട്. ഐ ഡോണ്ട് വോണ്ട് എ ടീം. അപ്പോൾ അത് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ട്രാൻസ്പ്ലാന്റേഷന് പറ്റില്ല.
അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഡ്രോപ്പ് ചെയ്തിട്ട് ട്രാൻസ്പ്ലാന്റേഷന് വരുന്ന പേഷ്യൻ്റ് തല നിറച്ച് മുടിയായിട്ട് പോയ സ്റ്റോറീസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതാണ് കുറച്ചും കൂടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്. പിന്നെ ഫേസ് വരുമ്പോഴത്തേനും ഈ ഫേഷ്യൽ റിജുവനേഷൻ, മൈൽഡ് ആക്നെ സ്കാറ് തുടങ്ങി, അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ്, വൂണ്ട് ഇഞ്ചുറി തുടങ്ങി, ബോട്ടോക്സ്, ഫില്ലേഴ്സ്, നോൺ സർജിക്കൽ ഫേസ് ലിഫ്റ്റ്, അങ്ങനെയൊക്കെയുള്ള. അതായത് ഒരു 50 വയസ്സുകാരിയെ തന്നു കഴിഞ്ഞാൽ അറ്റ് ഹർ ബെസ്റ്റ് വേർഷൻ എനിക്ക് കാണിക്കാൻ പറ്റും. ഞാൻ കരിയർ തുടങ്ങിയ സമയത്ത് ഞാൻ പറയുന്നത് ഒരു 10 വയസ്സ് താഴ്ത്തി കാണിച്ചു തരാമെന്ന്. പക്ഷേ ഇപ്പം ഞാൻ അത് പറയാറില്ല. അറ്റ് ഹർ ബെസ്റ്റ് വേർഷൻ, ദ ബെസ്റ്റ് പോസിബിൾ ഇൻ ഹർ ഫേസ്, അങ്ങനെയാണ് നമ്മൾ പറയാറ്. ഒരു ആൻറ്റി ഏജിങ് ഫിസിഷ്യൻ ആണെന്ന് കൂടി അറിയാം, അതുകൊണ്ട് ചോദിക്കുകയാണ്. നമുക്ക് ഈ പ്രായത്തെ പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ല. ഗ്രേസ്ഫുള്ളി ഏജിങ് തന്നെയാണ് ചിലപ്പോൾ അതിൻ്റെ ഒരു നീതി എന്ന് പറയുന്നതും. പക്ഷേ എന്നിരിക്കലും ഈ ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്? അത് മനുഷ്യരിൽ കോൺഫിഡൻസുമായി ബന്ധപ്പെട്ടതാണോ അതോ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതാണോ? എങ്ങനെയാണ് ഈ ആൻറ്റി ഏജിങ് എന്നുള്ള പ്രോസസ്സിനെയും പിന്നെ അതിൻ്റെ ഒരു സൗന്ദര്യത്തെയും ഡോക്ടർ നോക്കി കാണുന്നത് എങ്ങനെയാണ്? ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്നത് എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇടയ്ക്ക് കരീന കപൂറിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, വിത്തൗട്ട് ബോട്ടോക്സ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അത് ഏജിങ് ഗ്രേസ്ഫുള്ളി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിൽ മുഖം മൊത്തം ചുളിവായിട്ട് ഒരു ആളിൻ്റെ മുന്നിൽ പോയി ഇരിക്കാൻ എനിക്ക് മടിയുള്ള കൂട്ടത്തിലാണ്. ഓക്കെ, എനിക്ക് എപ്പോഴും എന്നെ പ്രസൻറ്റബിൾ ഫോമിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എസ്തെറ്റിക്സ് ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇത് ഓപ്റ്റ് ചെയ്യാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. നാച്ചുറലി ഏജിങ് എന്നൊക്കെ പറയുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രസൻറ്റബിൾ ഫോം അല്ലെ ബെസ്റ്റ് വേർഷൻ നോക്കുന്ന ഒരാളാണെങ്കിൽ വി മസ്റ്റ് ഡു സം ഓഫ് ദ ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ്. സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, ബോട്ടോക്സ് അല്ലെങ്കിൽ ഫില്ലേഴ്സ്, പോളിന്യൂക്ലിയോടൈഡ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അത് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ ദൂഷ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൾവേസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടറിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്താണെന്നുള്ളത്. ഡോക്ടർ, ഈ എസ്തെറ്റിക്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു ഡെയിലി സ്കിൻ കെയർ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്നാണ് തോന്നിയിട്ടുള്ളത്? ചില ആൾക്കാർ ചോദിക്കും എൻ്റെ അടുത്ത്, എത്ര നാൾ ഞാൻ ഈ സ്കിൻ കെയർ ചെയ്യണം? അതെ അതെ. അപ്പോൾ ഞാൻ ചോദിക്കും, എത്ര നാൾ നിങ്ങൾ പല്ല് തേക്കുന്നുണ്ടോ അത്രയും നാൾ. ബിക്കോസ് എന്തിനാ പല്ല് തേക്കുന്നത്? ഓറൽ ഹൈജീൻ, ആ സ്മെല്ല് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അതേപോലെയാണ് പല്ല്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ബോഡി സ്കിന്നാണ്. അപ്പോൾ അതിന് നമ്മൾ ടേക്ക് കെയർ ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്ലെൻസർ, ഒരു മോയ്സ്ചറൈസർ, ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആൻഡ് എ സൺസ്ക്രീൻ. ഇപ്പോൾ കുറേ ഇൻവിസിബിൾ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിയർ ജെൽ സൺസ്ക്രീൻ വരുന്നുണ്ട്. അത്രയും മാത്രം മതി. ഒരു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അത്രയും മാത്രം മതി. ഈ 10 സ്റ്റെപ്പ് റുട്ടീനൊക്കെ ഉണ്ട്, അത് ഞാൻ ജനറലി ആർക്കും കൊടുക്കാറില്ല. പിന്നെ ചില ആൾക്കാരുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് എന്തെങ്കിലും ഒരു ആക്റ്റീവ് ഏജൻറ്റ്, അത് ജനറലി സെറം ഫോമിലാണ് വരുന്നത്, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് എല്ലാവർക്കും വേണമെന്നില്ല. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ സ്കിൻ കെയർ നോക്കുമ്പോൾ തന്നെ ഈ ഡയറ്റിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? ശരിക്കും ഡയറ്റ് ഇതിൽ മാറ്റർ ആണോ? ഡയറ്റ് ഇതിൽ മാറ്റർ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ്. കാര്യം ഞാനടക്കം ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെ, ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യുവർ സ്കിൻ വിൽ താങ്ക് യു ലൈക്ക് എനിത്തിങ്. ഒരു 3 ദിവസം 5 ദിവസമൊക്കെ ഷുഗർ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരും, ഷുഗർ വിഷമാണ്, ഇനി ഒരിക്കലും കഴിക്കാൻ പാടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ പോയി. ക്രേവിങ്സ് ഉണ്ടാവും. അതെ അതെ. അപ്പോൾ ഈ ക്രേവിങ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വെയിറ്റ് ലോസും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഓൺലൈൻ മീഡിയ എല്ലാം ഫ്ലഡഡ് വിത്ത് വെയിറ്റ് ലോസ് ഇഞ്ചെക്ഷൻസ്, ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, മുഞ്ചാറോ, വിഗോവി, ഒസംബിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. അതായത് ഓൾ ഓഫ് എ സഡൻ വെയിറ്റ് ഷെഡ് ചെയ്യാൻ പറ്റുന്നത്. വെറുതെ ഇരുന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന് പറയില്ലേ, അങ്ങനെ എന്തോ ഒരു ഇത്. അപ്പോൾ അത് സേഫ് ആണോ അല്ലേ എന്നൊക്കെ ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് നോക്കി നടക്കുന്ന പേഷ്യൻസിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ കെമിസ്റ്റിൽ നിന്നോ സ്വന്തമായിട്ട് വാങ്ങി ഇഞ്ചെക്റ്റ് ചെയ്യരുത്. ഇത് ആർക്കും ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുന്ന പെൻ ഫോമിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഡോസേജ് സ്റ്റാർട്ടിങ് 2.5 മില്ലിഗ്രാം ടു 15 മില്ലിഗ്രാം ആണ്. ഇത് ആഴ്ച ഒരിക്കൽ എടുക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും ആ ഒരു ഹോർമോൺസും അതുപോലെ വൈറ്റൽസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ
ഈ മെഡിസിൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ 1-2 സെഷനൊക്കെ ഏതെങ്കിലും ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് പിന്നെ തനിയെ വീട്ടിൽ പോയിരുന്ന് ചെയ്യുന്നവരുണ്ട്. അപ്പം ഒരു ഫാറ്റ് ലോസ് അവിടെ ഉണ്ടാവുമെങ്കിലും അറ്റ് ദ സെയിം ടൈം മസിൽ വേസ്റ്റിങ്ങും കൂടെ ഉണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും ഞാൻ പറയും, സ്റ്റാർട്ട് മൂവിങ് ഫസ്റ്റ്, അല്ലെങ്കിൽ ജിമ്മിൽ പോകും, വെയിറ്റ് ട്രെയിനിങ് എടുക്കുക. ബിക്കോസ് ആ മസിൽ ബിൽഡിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മസിൽ ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചേ പറ്റത്തുള്ളൂ അലോങ് വിത്ത് ഫാറ്റ് ലോസ്. ഇല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പോയിന്റ്? ബിക്കോസ് അൾട്ടിമേറ്റ്ലി വെൻ വി ആർ ഏജിങ് മസിലിൽ മാത്രമേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. നമുക്ക് എണീറ്റ് നടക്കണം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ. അപ്പോൾ ആ മസിലും കൂടെ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ബി സേഫ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ച കാര്യം. ഇതല്ല, ബട്ട് സ്റ്റിൽ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പറഞ്ഞപ്പോഴുള്ള സംശയമാണ്, പലരും ഈ ഗ്ലൂട്ടത്തയോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്, അതും ഇതുപോലെ സ്റ്റോർസിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചക്ഷനായിട്ടും എടുക്കുന്നുണ്ട്. ഗ്ലൂട്ടത്തയോൺ ഒരു സേഫ് ഓപ്ഷനാണോ? അത് വെളുക്കുക എന്നുള്ളതാണോ അതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം? എന്താണ് അതേപ്പറ്റി പറയാനുള്ളത്? ഗ്ലൂട്ടത്തയോൺ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒൺലി തിങ് ഇസ് മെയിൻ്റനൻസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ ഒരു നരയുണ്ട്, അപ്പോൾ ഞാനത് പോയി ഹെയർ കളർ ചെയ്തു എന്ന് ഇരിക്കട്ടെ. Can you expect that hair color to stay till the end of my life? No. അപ്പോൾ എല്ലാത്തിനും ഒരു റീടച്ച് ഉണ്ട്. ഒരു കാറ് നമ്മൾ കഴുകാൻ കൊടുത്തു, ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അത് കഴുകണം. അപ്പോൾ എല്ലാത്തിനും ഒരു മെയിൻ്റനൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ സ്കിന്നും ഹെയറും ഒക്കെ. ഈ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുമ്പം എല്ലാവരും പറയുന്ന കാര്യമാണ് അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നുള്ളത്. എനിക്ക് മെയിൻലി വരുന്നത് വെളുക്കാനുള്ള പേഷ്യൻസിനപ്പുറം ലിവർ പേഷ്യൻസ് വരുന്നുണ്ട്, കിഡ്നി പേഷ്യൻസ് വരുന്നുണ്ട്, ക്യാൻസർ സർവൈവേഴ്സ് വരുന്നുണ്ട്. വൈ? ബിക്കോസ് ദിസ് ഇസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്. അതൊരു സേഫ് ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ എന്താണ്? സേഫ് ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ലൈക്ക് ഫ്രം വേർ യു പ്രൊക്യൂർ. കാര്യം റീസെൻ്റ്ലി എനിക്കൊരു ടാബ്ലറ്റ് ഒക്കെ വാങ്ങി കഴിക്കുന്നതും അതിന്റെ പരസ്യങ്ങൾ ഇടയ്ക്ക് ഒരുപാട് കണ്ടിരുന്നു, അതൊക്കെ അതെ, അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. റീസെൻ്റ്ലി എനിക്കൊരു പേഷ്യൻ്റ് വന്നു, അപ്പോൾ ഞാൻ ഗ്ലൂട്ടത്തയോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ എഴുതി കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്ട്രിപ്പ് മേടിച്ചോളൂ. അപ്പം എനിക്ക് കമ്പൽഷൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന്. അപ്പോൾ ഓൺലൈനിൽ ബൈ 2 get 3 ഫ്രീ വന്നു. ആഫ്റ്റർ 3 months ആണ് പേഷ്യൻ്റ് ഇതെല്ലാം കഴിച്ചിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് ഇവർ ഭയങ്കര ഡാർക്കനായ പോലെ തോന്നി. അതായത് ഇവിടെ ഒരു കളറ്, ഇവിടുന്ന് മേലോട്ട് ഡാർക്ക് അങ്ങനെ. ഞാൻ പറഞ്ഞു ചെക്ക് യു LFT and come. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് വന്നപ്പോഴത്തേനും ലിവർ എൻസൈംസ് എല്ലാം ഡീറേഞ്ച്ഡ് ആണ്. അപ്പോൾ ഓൺലൈനിൽ ഭയങ്കര മാർക്കറ്റിംഗ് ഉള്ള, ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല, ഒരു സംഭവമാണ് വാങ്ങി ഉപയോഗിച്ചത്. ആൻഡ് അതിനകത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഉള്ളിൽ കഴിക്കാനുള്ളതും സ്കിന്നിൻ്റെ പുറമേ തേക്കാനുള്ളതും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിയുന്നതും വാങ്ങാതിരിക്കുക. ബിക്കോസ് ആരും അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം കൊടുത്ത് അത്രയും ഒരു മാസീവ് ഡിസ്കൗണ്ട് വരില്ല. ഒരു റിയൽ ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് വിത്ത് മീ. ഞാൻ പറയാം, എനിക്ക് ഈ ട്രിവാൻഡ്രം ഫുൾ കുറേ IAS അക്കാഡമി ഉണ്ടല്ലോ, അവിടെ നിന്ന് 5 ഫ്രണ്ട്സ് ഒന്നിച്ച് എന്നെ കാണാനാണ് വന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഈ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ചില ആൾക്കാർ ഇങ്ങനെ ഹെയർ ലോസ് എന്ന് പറഞ്ഞ ഒരു ടിന്നിനകത്ത് മുടിയെല്ലാം കൂടി ഇട്ടുകൊണ്ട് വരും, ഡോക്ടറെ എനിക്ക് കഴിഞ്ഞ മാസം കൊഴിഞ്ഞ മുടി ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു. ഒരു 2-3 months ഇവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് സഡൻലി ഇവർ മെഡിസിൻ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്തു, കൺസൾട്ടേഷൻ മുറയ്ക്ക് വരുന്നുമുണ്ട്. അങ്ങനെ അപ്പോൾ ആ കൺസൾട്ടേഷൻ വന്നു. ആഫ്റ്റർ 3 months ഇവർ 5 പേരും ഒന്നിച്ച് വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഇപ്പം ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല, ഡോക്ടറിൻ്റെ മെഡിസിൻ എന്തോ പ്രശ്നമുണ്ട് അതായതാണ്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവർ മെഡിസിൻസ് വാങ്ങുന്നില്ല, കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ടോ? അന്നേരം പറഞ്ഞു, ഡോക്ടറിനേക്കാൾ ഒരു 50% ഓഫിൽ നമുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സെയിം മെഡിസിൻ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആ മെഡിസിനകത്ത് എടുത്ത് കാണിച്ചൊരു കാര്യം, ദിസ് ഇസ് നോട്ട് ഫോർ ഓൺലൈൻ സെയിൽ. അങ്ങനെയാണ് മജോറിറ്റി കമ്പനീസ് ഇപ്പോൾ വരുന്നത് തന്നെ. അപ്പോൾ ഇത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടി? അങ്ങനെ ഞാൻ ഈ കമ്പനിക്കാരെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വാട്ട് ഹാപ്പൻഡ് റിയലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ, യു കെയിം ടു മീ, ഐ എം ഗിവിങ് യു ആൻ ഓയിൻമെൻറ്റ്. അത് ഇനി ഒരു 6 months എക്സ്പയറി ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ജനറലി പേഷ്യൻസിന് അത് കൊടുക്കാറില്ല. I'll return it to the stockist. And the stockist is supposed to send that back to the company. And അവരത് കണ്ടംനേഷൻ ചെയ്യണം. അപ്പോൾ ഈ സ്റ്റോക്കിസ്റ്റിൻ്റെയും കമ്പനിയുടെയും ഇടയ്ക്ക് ഒരു ഗ്രൂപ്പുണ്ട്,
ഇത് കണ്ടംനേഷൻ ചെയ്യാനായിട്ട്. ബിക്കോസ് കമ്പനി ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാതെ ഇവരെ ഏൽപ്പിച്ചേക്കുവാണ്. ദേ ആർ ഗെറ്റിംഗ് ദീസ് പ്രോഡക്ട്സ് ഫോർ ഫ്രീ. കളയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്, മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആൾക്കാർ ലേബിളൊക്കെ മാറ്റിയിട്ട് ഇത് buy 2 get 3, buy 1 get 1 അങ്ങനെ വന്നപ്പോഴാണ് ഈ കുട്ടികൾ അത് വാങ്ങുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു ഇഷ്യൂ ആണ് എപ്പോഴും. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് മെഡിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോസ്മെറ്റിക്സിൻ്റെ കാര്യത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. ഈ ലിപ്സ്റ്റിക്കൊക്കെ വളരെ ചീപ്പായിട്ട് 100 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നത് വാങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പല കാര്യങ്ങളും. ഇത് അപകടം പിടിച്ചതാണോ ശരിക്കും? നമ്മൾ എന്തൊക്കെയാണ് ഒരു കോസ്മെറ്റിക്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ആ ഒരു എക്സ്പയറി, പിന്നെ എപ്പോഴും നല്ലൊരു ബ്രാൻഡ് നോക്കുക. വൈ? ബിക്കോസ് നാച്ചുറലി ഒരു ലിപ്സ്റ്റിക്ക് ഒരു കമ്പനിയിൽ മേക്ക് ചെയ്യാനായിട്ട് അങ്ങേ അറ്റം പോയാൽ ഒരു 50 റുപ്പീസേ ആവത്തോളം എന്നുള്ളത് ബേസിക് നോളജ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവും. ഒരു ഫാർമസി പഠിക്കുന്ന കുട്ടിക്ക് പോലും ലിപ്സ്റ്റിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എല്ലാവരും സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു വലിയൊരു മോളിൽ പോയിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് പർച്ചേസ് ചെയ്തപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റ് പോലെ വേറൊരു ലിപ്സ്റ്റിക്ക് തന്നു. അപ്പം ദാറ്റ് വാസ് ലൈക്ക് നൈസ് കളർ. ഞാനത് ബാഗിലിട്ടുകൊണ്ട് ഞാൻ പോയി. ആൻഡ് വീട്ടിൽ ചെന്നപ്പോൾ ആ മാസം തീരാൻ ഇനി 3 ദിവസമേ ഉള്ളൂ, ആ എക്സ്പയർ ആവുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ എത്ര ആൾക്കാരാണ് അതിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓരോ പ്രൊഡക്ട്സും ഇപ്പോൾ ഇന്ന് വാങ്ങിയ ഒരു ലോഷൻ, ആ ലോഷൻ വന്നിട്ട് 2027 എക്സ്പയറി. പക്ഷെ അതിനകത്തൊരു ഓപ്പൺ ബോക്സ് എന്ന് പറഞ്ഞിട്ട് 2 months എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലേബിൾ ഉണ്ടാവും. അതായത് അത് തുറന്നു കഴിഞ്ഞാൽ 2 months തീർക്കണം. അതെ, പ്രൊഡക്റ്റ് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് 2027 അതിൻ്റെ എക്സ്പയറി വരുന്നത്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെയാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വൈറ്റമിൻസ് ഒക്കെ തനിയെ വാങ്ങി കഴിക്കുന്ന ഡോക്ടറുടെ ഒരു വീഡിയോയിലാണ് തോന്നുന്നത് വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേട്ടിരുന്നു. ഇത്തരത്തിൽ വൈറ്റമിൻസിൻ്റെ കുറവൊക്കെ ഈ ജനറൽ ബ്യൂട്ടിയെ എഫക്റ്റ് ചെയ്യാറുണ്ടോ? അതെങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്നത് ടോക്ക് ടു യുവർ ഡോക്ടർ, ഇവാലുവേറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് കറക്റ്റഡ്. വൈറ്റമിൻ ഡി ഒക്കെ എന്ന് പറയുന്നൊരു വൈറ്റമിൻ അപ്പുറം ഒരു ഹോർമോണായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഓവർ ഡോസേജ് ആണെങ്കിലും പ്രശ്നമാണ്, അണ്ടർ ഡോസേജ് ആണെങ്കിലും പ്രശ്നമാണ്. കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഡോക്ടേഴ്സിനെ കൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പം പേഷ്യൻസിന് ഇങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്ത് മാസങ്ങളോളം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഈ US അല്ലെങ്കിൽ UK പോലെയുള്ള കൺട്രീസ് പോലെ. അപ്പോൾ ഇത്രയും ആൾക്കാർ അവൈലബിൾ ആണെങ്കിൽ വൈ നോട്ട് ചെക്ക് ഇറ്റ്, ഗെറ്റ് ഇറ്റ് ഡൺ പ്രോപ്പർലി. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇനിയിപ്പോൾ വൈറ്റമിൻ ഡി കഴിക്കില്ല. അതെ, എനിക്ക് തോന്നുന്നു അത് വൈറ്റമിൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ പോലും ഒരു ഡോക്ടറെ കണ്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ മാറ്റം ഉണ്ടാവും അല്ലേ? നമ്മുടെ ഒരു എങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഈ സ്കിൻ ടോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണോ? സ്കിൻ ടോൺ ഒരു പ്രാധാന്യം വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഇറ്റ് കംസ് ടു സ്കിൻ ലൈറ്റനിങ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ ഗ്രേഡ് ഫൗണ്ടേഷൻസ് വരുന്നുണ്ട്, ദാറ്റ് ഹാസ് ആഡഡ് മോയ്സ്ചറൈസർ, SPF ആൻഡ് ഓൾ ദോസ് തിങ്സ്. അതാണെങ്കിൽ അങ്ങനെ ഒത്തിരി കേക്കിങ് ഒന്നും വരത്തില്ല. സാധാരണ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നെക്സ്റ്റ് ഡേ വരുമ്പോൾ ആൾ മൊത്തത്തിൽ കറുത്ത പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരു ബേസിക് സ്കിൻ കെയറിൻ്റെ പുറത്ത് ഡൂ മേക്കപ്പ്. എൻ്റെ ഒരു പേഷ്യൻ്റ് ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിലും ഞാൻ അവരോട് പറയുന്നത് ബേസിക് സ്കിൻ കെയർ ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് മുഖം കൊടുത്തോളൂ എന്ന്. അറ്റ്ലീസ്റ്റ് ഒരു നാച്ചുറൽ ബാരിയർ എങ്കിലും അതിനിടയിൽ വരുമല്ലോ. നമുക്കറിയില്ല വാട്ട് ഓൾ പ്രോഡക്ട്സ് ദേ ആർ അപ്ലൈയിങ്. അതുകൊണ്ട് അപ്പോൾ ഡോക്ടർ ഇത് ഈ ഒരു ഏരിയ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ഹോം റെമഡീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്തായിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിച്ച് സൈഡ് എഫക്ട്സുമായിട്ട് വന്ന കേസസ് ഉണ്ടോ? ഇന്നലെ കൂടെ വന്നു ഒരു 13 വയസ്സുള്ളൊരു പയ്യനാണ്. ആക്ച്വലി റിസപ്ഷൻ ഏരിയയിൽ ഇരിക്കുന്ന കണ്ടപ്പോഴേ ഞാനിങ്ങനെ പാസ് ചെയ്തപ്പോൾ എന്നെ നോക്കി ചിരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു കൂടെ വന്ന ഒരു ലേഡീനെ കൂടെ വല്ലതും വന്നതായിരിക്കുന്നു. പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് ഈ പയ്യൻ്റെ മുഖത്ത് തൊലിയൊന്നുമില്ല. ഞാൻ ചോദിച്ചു വാട്ട് ഹാപ്പൻ? അത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ഒരു ക്രീം മേടിച്ച് തേച്ചതാ. ഫ്രണ്ട്സ് എല്ലാം തേച്ചു, വെളുത്തു, എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആയത്. അപ്പം കഴുത്തിലുമൊക്കെ ഉണ്ട്, കഴുത്തിലൊക്കെ കുറച്ച് സ്വളനായിട്ടിരിക്കുവാണ്. അന്നേരം ഞാൻ ഇതെങ്ങനെ പറ്റി? അല്ല വെളുക്കുമ്പോൾ ഇത്രയും ഇങ്ങനെ ഷാറൂഖ് ഖാനൊക്കെ 2 ബട്ടണിലേ ഇട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ സ്റ്റൈലിൽ പോകാൻ ഇത്രയും അങ്ങ് തേച്ചതാണ്. അവിടെ എല്ലാം തൊലിയില്ലാതായി പോയി. അപ്പോൾ അത് എന്ത് ക്രീമാണെന്നോ അതൊന്നും ഇവർക്ക് ആർക്കും അറിയില്ല, അതിനകത്ത് കണ്ടൻസും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും അധികം ന്യൂസ് കേരളത്തിൽ വന്നിട്ടുണ്ട്,
കിഡ്നിയൊക്കെ ടോക്സിസിറ്റി വരുന്ന കുറേ അധികം ക്രീംസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ എന്തിനാ അത്? അല്ല, ഫ്രണ്ട്സ് ഇപ്പം 6 പേര് ഒന്നിച്ച് മേടിച്ചു, അവരെല്ലാവരും വെളുത്തു, എനിക്ക് മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്ന ക്രീം വല്ലതും വെയിലത്തിരുന്നത് കൊണ്ടായിരിക്കും. അപ്പോഴും ക്രീമിന്റെ എന്തോ പ്രശ്നമാണില്ല, അതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നതേ ഇല്ല. ആകെ ഒരു 1500 റുപ്പീസ് കൊടുത്തൊരു ക്രീം മേടിച്ചു, പക്ഷെ ഇനി അതിന്റെ ആ ഒരു സ്കിൻ ബാരിയറൊക്കെ റിപ്പയർ ചെയ്തെടുക്കാൻ 1 മാസമെങ്കിലും വരും. ഓക്കെ, അത് മാത്രമല്ല അതൊരു ലൈഫ് ടൈം ട്രോമ പോലെയാണല്ലേ ശരിക്കും. എന്റെ ഫേസ് ആകെ ചീത്തയായോ, ഇനി പെൺകുട്ടികളൊക്കെ നോക്കുവോ ആ ഒരു ഏജും കൂടി ആവുമ്പോൾ? ഇല്ല, ഈ ഒരു ഏജില് അപ്പൊ ഇനി ഞാൻ എപ്പോഴാ വെളുക്കാനുള്ള ക്രീം തേക്കേണ്ടത്? അടുത്ത് ഞാൻ പറഞ്ഞ ആദ്യം സ്കിൻ വരട്ടെ, സ്കിൻ ഉണ്ടെങ്കിലേ അത് വെളുക്കുകയോ കറുക്കുകയോ ചെയ്യത്തുള്ളൂ. ഇപ്പൊ സ്കിൻ ഇല്ല, സ്കിൻ വരട്ടെ, വെയിറ്റ് ഫോർ ഇറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരം ആശങ്കകളുള്ള മനുഷ്യരെ കാണുന്നുണ്ട് ചോദിക്കുകയാണെ, വാട്ട് ഇസ് ബ്യൂട്ടി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ടീനേജേഴ്സ് ഒക്കെ വരുമ്പോൾ ഈ ബ്യൂട്ടിയെ കുറിച്ച് വളരെ കൺസേൺ ആയി വരുമ്പോൾ ഡോക്ടർ എന്താണ് ഈ വാട്ട് ഇസ് ബ്യൂട്ടി എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താ പറയാറുള്ളത്? ഇപ്പോൾ എൻ്റെ മാരേജ് എന്ന് പറയുന്നത് 2016 അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെയധികം ഡാർക്കായിട്ടുള്ള ഒരാളും, അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് മോർ ടുവേർഡ്സ് ഫെയർ ടോണുമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കറുത്തിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള ഏതൊരു സ്ത്രീക്കും ഉള്ളതുപോലെ. ആൻഡ് ഐ സ്റ്റാർട്ടഡ് മൈ ഗ്ലൂട്ടതയോൺ ജേർണി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ കോംപ്ലക്ഷനിലെത്തി ആൻഡ് ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. എനിക്ക് ഇനി ഒരു ഫെയർ ടോണിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ കണ്ടുവരുന്ന കുട്ടികൾ, കുറച്ച് ആൾക്കാരുണ്ട് ഇനിയും വെളുക്കണമെന്ന് പറയുന്നത്. ബട്ട് വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ്, ബി ഇറ്റ് എനി കളർ, എനി കോംപ്ലക്ഷൻ, നിങ്ങളുടെ സ്കിന്ന് മേക്കപ്പ് ഇല്ലാതെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ലിപ്സ്റ്റിക്കും കാജലും ഒക്കെ ഇല്ലാതെ എന്ത് സ്ത്രീയെന്ന് നമുക്ക് തോന്നും അല്ലേ? അപ്പോൾ ആ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. വിത്തൗട്ട് കൺസീലർ, വിത്തൗട്ട് ഫൗണ്ടേഷൻ, അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനുള്ളൊരു കോൺഫിഡൻസിലേക്കുള്ള ഒരു ജേണിയാണ് ശരിക്കും ഇതൊക്കെ അല്ലേ? അതെ, ഞാൻ എപ്പോഴും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ ഇഫ് സമ്മൺ കംസ് ആൻഡ് ടെൽ മീ ദേ വാണ്ട് എ സ്കിൻ ലൈറ്റനിങ്, ഐ വിൽ റെസ്പെക്ട് ദെയർ ഒപ്പീനിയൻ. ഓക്കെ, ഷുവർ. യെസ്, അതുപോലെ പേഷ്യൻസ് പറയാണ്, ഡോക്ടർ എനിക്ക് ഇത്രയും കളർ മതി, ഡ്യൂറിങ് ട്രീറ്റ്മെൻറ്റിൽ ഇത്രയും കളർ മതി, ഞാൻ ഓക്കെയാണ്, ഇനി മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ആം ഐ ടു സേ ഇല്ല 2 ഷെയ്ഡും കൂടെ വെളുക്കണം എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, ഈ ഗ്ലൂട്ടതയോൺ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഞാൻ പറയുന്ന ഒരു മെസ്സേജ് എന്താ വെച്ചാൽ, നമുക്കൊരു നാച്ചുറൽ കളറും ഉണ്ട്. ആൻഡ് ബാക്കി ഡാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടാനും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് വരുന്ന പിഗ്മെൻറ്റേഷനുമാണ്. എല്ലാവർക്കും റെഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ എന്താണോ കളർ ഉള്ളത് അതായിരിക്കും നമ്മുടെ ഒറിജിനൽ കളർ. അതിനകത്തോട്ട് നമുക്ക് മാറ്റാനും പറ്റും. ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, ഏതെങ്കിലും ഒരു ബോളിവുഡ് ആക്ട്രസ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ നാട്ടിലുള്ള ഏതെങ്കിലും സിനിമയിലൊരു ആക്ട്രസിനെയോ ആക്ടറിനെയോ മനസ്സിൽ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. അവരുടെ ഫസ്റ്റ് മൂവിയിൽ ഇരിക്കുന്ന കണക്കായിരിക്കില്ല അവരിപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ എത്ര സെഷൻ ഓഫ് ഗ്ലൂട്ടതയോൺ എടുത്തു, ഗ്ലൂട്ടതയോൺ ആണോ അവരെടുത്തത്? ആക്ച്വലി ഈ സ്കിൻ ലൈറ്റനിങ് കോക്ടെയിൽ, ഡീടോക്സ് കോക്ടെയിൽ, ആൻറ്റി ഏജിങ് കോക്ടെയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോക്ടെയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനീഷ്യൽ ഫ്യൂ സെഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഈവൻ ഔട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഒരു ഷോർട്ട് ബ്രേക്ക് ഓഫ് 2 months വല്ലതും എടുക്കുക. ഇപ്പോൾ എനിക്ക് ഇനി ഒരു 4 ഷെയ്ഡ് ലൈറ്റർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ അത് ഈ പറയുന്നത് പോലെ ഒരു ഡോക്ടറിനെ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ കൂടെ ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യണം. ഇതിനിടയിൽ ബ്രേക്ക് എടുക്കാൻ പറയുമ്പോൾ ബ്രേക്ക് എടുക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പോസിബിൾ ആവുന്നത് സത്യം പറഞ്ഞാൽ. ഡോക്ടർ, അതുപോലെ തന്നെ ഞാൻ മുന്നേ ഒരു ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കെമിക്കൽ പീല് ചെയ്തിട്ട് പിറ്റേ ദിവസം നട്ടപ്ര വെയിലത്ത് പോയി നിന്നാൽ ഇതിനൊരു ഫലമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് എടുത്താൽ അതിൻ്റെ ഫോളോ അപ്സ് എങ്ങനെയാണ് നമ്മൾ പാലിക്കേണ്ടത്? എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിന്? പ്രൊസീജിയർ ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, വെയിലാരും തന്നെ കൊള്ളാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് പേപ്പറിനകത്ത് വെയിലെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് എത്തി നോക്കുക പോലും ഇല്ല. എനിക്ക് അത്രയും പേടിയാണ് ഞാൻ കറുത്തു പോകുന്നത്. യെസ്, നമ്മുടെ സ്കിൻ ഡാമേജ് ആയി പോകുന്നേ ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് കേരളത്തിലെന്ന് പറയുന്നത് നല്ല വെയിലുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തിനാണ് വെയിൽ കൊള്ളുന്നത്? ഇപ്പോൾ സൺസ്ക്രീൻ ഇട്ടു എന്നിരിക്കട്ടെ, എന്നാലും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ടാൻ ആവും. സൺസ്ക്രീൻ ഇട്ടു എന്ന് പറഞ്ഞാൽ ടാൻ ആവാതെ ഒന്നും ഇല്ല. അതെ ഡോക്ടർ, ഇനി കുറച്ച് എല്ലാവർക്കും ഉള്ള ആശങ്കകളൊന്ന് ചോദിച്ചോട്ടെ. കുറേ ഏജ് ആവുന്നു, ഈ ഫേസ് ഒന്ന് സാഗ് ചെയ്യുന്നു, അത് എന്താണ്? അതിനുള്ളൊരു സർജിക്കലാണോ നോൺ സർജിക്കൽ പ്രതിവിധികളുണ്ടോ? ഈ ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നിൽക്കാൻ എന്താണ്
പൊതുവേ ഉള്ളൊരു കാര്യം? നമ്മുടെ ഫേസിൽ മാത്രമാണ് മസിൽസ് ബോണിൽ നിന്ന് സ്കിന്നിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ബാക്കി ബോഡിയിലെല്ലാം ബോൺ ടു ബോൺ ആണ് അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡ്യൂ ടു ഗ്രാവിറ്റി ആസ് വി ഏജ് സാഗിങ് വരുന്നത്. ഇതിന് സർജിക്കൽ ആൻഡ് നോൺ സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ജനറലി ഫേസിന് സർജിക്കൽ ഓപ്ഷൻ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ചെയ്യാൻ കൂടുതലും സജസ്റ്റ് ചെയ്യത്തില്ല. വൈ? ബിക്കോസ് അതിനൊരു 10 years പീരീഡാണുള്ളത്. ആഫ്റ്റർ ദാറ്റ് അത് പിന്നെയും സാഗിങ് തുടങ്ങും. ആൻഡ് എക്സസ് ഓഫ് ടിഷ്യൂ നമ്മൾ കട്ട് ചെയ്ത് സ്യൂച്ചർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഹെയർ ലൈൻ നോക്കി, സോ ദാറ്റ് ആ സ്കാർ ഇൻവിസിബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സർജറി അതിനൊരു ഡൗൺ ടൈം ഉണ്ട്, ഒരുപാട് സ്വെല്ലിങ്ങും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് സം പീപ്പിൾ ഇൻക്ലൂഡിങ് കുറേ ഇംഗ്ലീഷ് ആക്ടേഴ്സ് ചെയ്തത് ഫേസ് ലുക്ക് വെരി ഫണ്ണി. ഇവിടെ കൊണ്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് ലുക്സ് വെരി ഫണ്ണി. സോ ഞാൻ ഒരിക്കലും ഒരു ഫേസ് ലിഫ്റ്റ് സർജറിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. ഒത്തിരി നോൺ സർജിക്കൽ മീൻസ് ഉണ്ട്, എനർജി ബേസ്ഡ് ഡിവൈസസ് ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഒരു ബിഗ് ഫാൻ അല്ല. വൈ? ബിക്കോസ് അത് അത്രയ്ക്കൊരു റിസൾട്ട് തരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉദ്ദേശിക്കുന്ന ഹൈഫു പോലുള്ള ട്രീറ്റ്മെന്റ്സ്? അതെ, ഹൈഫു എന്ന് പറയുന്നത് ഒരുപാട് എൻക്വയറി ഉണ്ട്. ചില ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും, ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഹൈഫു എന്ന് പറഞ്ഞത് വളരെ ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ടെമ്പററി. ഇപ്പോൾ 1 month മുതൽ ഒരു 6 months ഹാർഡ്ലി ലാസ്റ്റ് ചെയ്യും. ഇത് ഒരു മെഷീൻ്റെ ഒരു കാലിബർ അനുസരിച്ചും അതിൻ്റെ കോസ്റ്റ് വൈസും ഒക്കെയാണ് ആ ഒരു റിസൾട്ട്സ് ഉണ്ടാവുന്നത്. നോട്ട് ഇൻ എ സിംഗിൾ സെഷൻ, ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ ടെക്നിക്കലി നോൺ സർജിക്കൽ മീൻസ് അല്ലെ വെരി മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇന്ന്. എങ്കിൽ ഏറ്റവും എഫക്റ്റീവായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ചോദിച്ചാൽ ഡോക്ടറുടെ ഒപ്പീനിയൻ എന്താണ്? ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. വൈ? ബിക്കോസ് എവറി ഫേസ് ഇസ് അനദർ സ്റ്റോറി. അതുകൊണ്ട് എൻ്റെ ഫേസ് ഇരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല മാഡത്തിൻ്റെ ഫേസ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേസിൽ ചെയ്ത് ഞാൻ വലിപ്പിച്ചൊരു ട്രീറ്റ്മെൻറ്റ് ആ ഫേസിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് ബി സ്യൂട്ടബിൾ. സോ ഐഡിയൽ കാൻഡിഡേറ്റിനെ നമ്മൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറയണത്. ഓക്കെ, ഈ ത്രെഡ് ലിഫ്റ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ശരിക്കും അത് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഫേസ് ത്രെഡ് ലിഫ്റ്റ് നല്ലതാണ് വെൻ ഡൺ പ്രോപ്പർലി. ഓക്കെ, ബിക്കോസ് ഇല്ലാന്നുണ്ടെങ്കിൽ എസിമെട്രി ഒക്കെ വരും. അതുപോലെ തന്നെ അതിനൊരു പെർട്ടിക്കുലർ പ്ലെയിൻ ഉണ്ട്. അത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഹാൻഡ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു മാസം റഫ്ലി ഒരു 10-15 ത്രെഡ് ലിഫ്റ്റ് കേസസ് വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് പലയിടത്തും പോയി ചെയ്ത് ഒരു എസിമെട്രി പോലെയൊക്കെ വരുന്നവരും ഉണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം ചില ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ആ ഒരു പരസ്യവും അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ വലിപ്പവും ഒക്കെ കണ്ടിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈംസ് പോകുന്നത്. ആൻഡ് ദേ എൻഡ് അപ്പ് ഇൻ എ ഡിലമ. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത് ഓൾവേസ് നിങ്ങൾ ത്രെഡ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഫില്ലർ ചെയ്യുന്നുണ്ടോ, എന്ത് പ്രൊസീജിയർ ആണെങ്കിലും അത് അവരുടെ എക്സ്പെർട്ടൈസ് ആണ് നോക്കണ്ടേ. ഒൺലി ബിക്കോസ് ഡോക്ടർ യങ് ആയിട്ട് ലുക്ക് ചെയ്യുന്നു മീൻസ് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മളങ്ങ് എഴുതി അങ്ങ് ഒപ്പിട്ടങ്ങ് വെച്ചേക്കുവാണ്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് എൻ്റെ ക്ലിനിക്ക് വരുന്ന ഒരുപാട് പേഷ്യൻസ് പറയുന്നത് ഡോക്ടർ യങ് എക്സ്പീരിയൻസ് ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു പൊതുവേ ഉള്ള ഒരു കാര്യമാണ്. അതെ, പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഡോക്ടർ അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തന്നെ പോവാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരണമെന്നല്ല പറയണത്. ഡോക്ടർ ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് കൂടിയായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കാണപ്പെടുന്നത്. അതെ, വൈ? ബിക്കോസ് ഞാനിപ്പോൾ ഇത്രയധികം സംസാരിക്കുന്നു ആൻഡ് യു ആർ ലിസണിങ് ടു മീ. ഇപ്പോൾ എൻ്റെ അപ്പിയറൻസ് ഒട്ടും കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ വിൽ യു ലിസൺ ടു മീ? അതുപോലെ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൂടി ആയിരിക്കും. അത് ഈ മേഖലയിൽ മാത്രമാണ്. ഇപ്പം നമ്മളൊരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് മരുന്ന് മേടിക്കാൻ പോയി അവരുടെ ഹാർട്ട് ഹെൽത്ത് ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കില്ല. ഇല്ല. വെൻ ഇറ്റ് കംസ് ടു സ്കിൻ എസ്തെറ്റിക്സ് ഡോക്ടർ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. അതെ, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവില്ലാന്ന് പേഷ്യൻ്റ് അങ്ങ് വിധി എഴുതും. സോ അതുകൊണ്ട് കൂടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹൈപ്പിൽ കുറേ കേട്ടിട്ടുള്ളതാണ് ഈ ജോ ലൈൻ കറക്ഷൻ. ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു കണക്കിൽ ഈ ജോ ലൈൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? മെയിൽസിനും ഫീമെയിൽസിനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വന്ന കാലത്ത്. ഇത് ഞാൻ പറയുന്നതല്ല, പേഷ്യൻ്റ് പറയുന്നതാണ്. ബിക്കോസ് ഋതിക് റോഷൻ്റെ ബോക്സ് ഷേപ്പ് ആയിട്ടുള്ള ചിൻ ആൻഡ് ജോ, അതുപോലെ തന്നെ ഇപ്പം ലേഡീസ് എന്ന് പറയുമ്പോൾ എല്ലാ ആക്ട്രസസും ചെയ്തിട്ടുണ്ട് അവരുടെ ജോ ലൈൻ. പക്ഷേ എല്ലാവർക്കും ഒരു ഫിനിഷിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പലർക്കും ഇല്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ബോളിവുഡ് ഫേസ്, അതായത് സ്നാച്ച്ഡ് ചിസൽഡ് ജോ ലൈനും ചിഹ്നവും ഒന്നും ഞാൻ ബേസിക്കലി കൊടുക്കാറില്ല. വൈ? ബിക്കോസ് ഇപ്പം നമ്മൾ ദുബായിലൊക്കെ ആണെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ എവ്രി വൺ ലുക്സ് എ ലൈക്ക്. പക്ഷെ നമ്മൾ മലയാളികൾക്കെന്ന് പറയുന്ന ആ മലയാളിത്വമുള്ള മുഖം
നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യണം. ഞാൻ കാണുന്ന എല്ലാ മുഖവും ബ്യൂട്ടിഫുള്ളാണ്, അതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടാവത്തുള്ളൂ. അതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്, അവർക്കൊരു സട്ടിൽ ലിഫ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു ആ ചേഞ്ച് ഉണ്ടാവും, പക്ഷെ അത് സട്ടിലായിരിക്കും. എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണ്. അതല്ലാതെ നമ്മൾ കാണുന്ന ഒരാൾ ദേ നോക്കിക്കേ ഞാൻ ലിപ് ഫില്ലർ ചെയ്തിട്ടുണ്ടേ എന്ന് പറയുന്നത് എനിക്ക് ബേസിക്കലി ഇഷ്ടമല്ല. അതെ, പിന്നെ ചില പേഷ്യൻസ് പറയും അങ്ങനെ വേണം എന്ന് പറയുവാണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി മൈൽഡായിട്ട് ചെയ്തു കൊടുക്കും. അല്ലാതെ ഐ ഡോണ്ട് ലൈക്ക് ദ ഡാർക്ക് ലിപ്സ് അല്ലെങ്കിൽ ഇത്രയും ചിസൾഡ് ഇങ്ങനെ ഡാഗിൻ്റെ മുമ്പേ കണക്ക് പുറത്തോട്ടിരിക്കുന്ന ജോലൈനൊന്നും ഞാൻ പൊതുവേ ചെയ്യാറില്ല. ഡോക്ടർ, അതുപോലെയാണ് വളരെ വിസിബിൾ ആയിട്ടുള്ള ഈ കൂർത്ത ചിന്ന ഏരിയ ഉള്ളവരും അപ്പോൾ പലരും പോയി ചോദിക്കും നിങ്ങൾ പണ്ട് ഇങ്ങനെ അല്ലല്ലോ ഇരുന്നത്, ഇപ്പോൾ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കിത് പറയാനുള്ള മടി കൊണ്ടായിരിക്കും. അവർ പറയുന്ന ഒരു കാര്യമാണ് ഫേസ് യോഗ ചെയ്യുന്നുണ്ട്, ഫേസ് യോഗ ചെയ്ത് വന്നതാണ്. എത്രത്തോളമാണ് ഈ ഫേസ് യോഗ, മസാജിങ് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാലേ ഒരുപാട് കവിളുള്ള സ്ത്രീകളുണ്ട്. അവർ ബക്കൽ ഫാറ്റ് പാഡ് റിമൂവൽ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിന് വേണ്ടി എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രൊസീജിയറാണ്. നമ്മുടെ ഉള്ളിൽ, വായുടെ ഉള്ളിലൂടെ ചെറിയൊരു ഹോളിട്ട് എക്സസ് ഓഫ് ഫാറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചീക്ക് ബോൺസും അതുപോലെ തന്നെ ഈ ജോ ലൈനും കുറച്ചും കൂടെ കോണ്ടൂർഡ് ആവും. ആൻഡ് ഇവിടെ ഒരു സെപ്പറേഷൻ വരും. അപ്പോൾ ഈ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കവിളാണ്. അതേപോലെ കവിളുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരും വരാറുണ്ട് കേട്ടോ. അത് വളരെ മൈനോറിറ്റിയാണ്, പക്ഷേ എന്നാലും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്ത് ആ എക്സസ് ഓഫ് ഫാറ്റ് റിമൂവ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു പ്രൊസീജിയറിൽ അത് പോകാത്തത് കൊണ്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഉത്തരമുണ്ട്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഈ കോണ്ടോറിങ് എന്ന വാക്ക് ഡോക്ടർ പറഞ്ഞപ്പോഴേ ഒരാൾ വരികയാണ് ഡോക്ടർ മുന്നിലേക്ക്. അപ്പോൾ ഡോക്ടർ എനിക്കൊന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അങ്ങനെയെങ്കിൽ ഒരു ഫേസ് കോണ്ടോറിങ് എന്ന പ്രോസസ്സ് ഡോക്ടർ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്താണ് ശരിക്കും ഫേസ് കോണ്ടോറിങ്? ഈ ഗോൾഡൻ റേഷ്യോ എന്നൊക്കെ ചിലർ പറയാറുണ്ട്, ഈ ഒരു 3 ഇതും ഒരേപോലെ വേണമെന്ന്. ഞാൻ ജനറലി അതിൻ്റെ ഒന്നും ഒരു ബിഗ് ഫാൻ അല്ല. ഫേഷ്യൽ കോണ്ടൂറിങ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവാണ്. ചില ആൾക്കാർക്ക് ചിരിച്ചില്ലെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും, ചില ആൾക്കാർക്ക് സങ്കൺ ഐസ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സോസേജ് പാറ്റേൺ ഒരു രീതി കാണും. അപ്പോൾ ഓരോരുത്തർക്കും ഡിപ്പെൻഡൻ്റ് ആണ്. എനിക്ക് ഏത് ജില്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു മജിസ്ട്രേറ്റ് ഒരു പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി വന്നത് അവരുടെ ഓഫീസ് വണ്ടിയിലാണ്. എൻ്റെ വീട്ടിൻ്റെ മേളിലായിട്ടാണ് അറ്റ് പ്രസൻറ്റ് എൻ്റെ ക്ലിനിക്ക് ഞാൻ റൺ ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയിൽ വന്നപ്പോഴത്തേനും അപ്പുറത്തുള്ളവരൊക്കെ ഓടിക്കൂടി എന്ത് പറ്റി ഈ വീട്ടിലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല പേഷ്യൻ്റ് വന്നതാ, കുഴപ്പമില്ല, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എവറി വൺ വെൻറ്റ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇനി സർവീസ് ഒരു 6 വർഷം കൂടെ ഉണ്ടെങ്കിലും ഷീ ലുക്സ് വെരി ഓൾഡ് ആൻഡ് ഇമാഷിയേറ്റഡ്. അപ്പം ഞാൻ പറഞ്ഞു മാഡം എന്താണ് വേണ്ടുന്നത്? പിന്നെ ആൾക്കാരുടെ മുഖത്ത് നോക്കണം, എനിക്ക് ഇത്ര വർഷത്തെ സർവീസ് ഇനിയുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം എൻ്റെ മുഖത്ത്. ഞാൻ പറഞ്ഞു മാഡം മുഖം ശരിയാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല, പക്ഷേ കഴുത്തും കൂടെ അറ്റ് ദ സെയിം ടൈം ശരിയാക്കണം, ഇല്ലെങ്കിൽ ഇത് വേറെ ആരുടെയോ പോലെ ഇരിക്കും. അപ്പോൾ അവരാണോ ശരി എന്നാൽ ചെയ്തു, പക്ഷേ എനിക്ക് എപ്പോഴും ഒന്നും വരാകത്തില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാം ചെയ്ത് തീർക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരമാണ് ആ പ്രൊസീജിയേഴ്സ് എല്ലാം തീർന്നത്. വൈ ബിക്കോസ് 2 ഏരിയയും ചെയ്യണം. ആൻഡ് എനിക്ക് വേറെ ആരും ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് തനിയെ തന്നെ ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പം പുള്ളിക്കാരി എല്ലാം കഴിഞ്ഞ് എണീറ്റ് മുഖം നോക്കിയപ്പോൾ ഇത് കൊള്ളാലോ. ഞാൻ പറഞ്ഞു മാഡം ഇപ്പോഴത്തെ ചേഞ്ച് നോക്കണ്ട, മാഡം ഒരു 2 months കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ അയക്കണേ, വരാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പുള്ളിക്കാരി ഡേ 30th എനിക്കൊരു ഫോട്ടോ അയച്ചേക്കുന്നു. ഷീ ലുക്ക് ഓൾമോസ്റ്റ് 30 years young. യെസ്, ഞാനത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെയാണ് പലർക്കും ഉള്ളൊരു ആശങ്ക ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ലിപ്സിനൊക്കെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആവുന്നു, ലിപ്സ് കറുക്കുന്നു. അത് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, എങ്കിലും ഏറ്റവും സ്വകാര്യമായ നമുക്ക് വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ ലിപ്സൊക്കെ. ഈ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷന് ശരിക്കും ഇഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഈ ഫീമെയിൽസ് മാത്രമല്ല മെയിൽസും വരുന്നുണ്ട് ഇതേ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത്, എല്ലാവരും ചോദിക്കുന്നു സ്മോക്ക് ചെയ്യുന്നുണ്ടോ അതുകൊണ്ടാണോ കറുത്ത ലിപ്സ് എന്ന്. മജോറിറ്റി ആൾക്കാർ നോൺ സ്മോക്കേഴ്സാണ്. അപ്പോൾ അതിന് ഇൻറ്റൻസിറ്റി ഓഫ് പിഗ്മെൻറ്റേഷൻ അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഒരു ബേസിക് ആയിട്ടുള്ള SPF ഉള്ള ഒരു ലിപ് ബാം, അതുപോലെ നൈറ്റ് ഒരു സ്കിൻ ഡീ പിഗ്മെൻറ്റിങ് ഏജൻ്റ് ആണ് കൊടുക്കുന്നത്.
പിന്നെ ആ ഒരു ഇൻ ക്ലിനിക് പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡു ലേസേഴ്സ്, കെമിക്കൽ പീൽസ്, അതുപോലെ തന്നെ ലിപ്പ് ഹൈഡ്രേഷൻ ബൂസ്റ്റേഴ്സ് ചെയ്യാം. അതൊരിക്കലും ലിപ്പ് ഫില്ലേഴ്സ് അല്ല, അതിനൊരു ഹൈഡ്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഞാൻ ഒരുപാട് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ലിപ് ടിൻറ്റിങ്. അതായത് ഡാർക്ക് ലിപ്സിനെ ന്യൂട്രലൈസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ലിപ്സിനൊരു കളർ കൊടുക്കുക. ഓറഞ്ച്, പിങ്ക്, ബ്രൗൺ, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് ശരിക്കും പറഞ്ഞാൽ പല സെഷൻസ് വേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും ഒരു വൃത്തികെട്ട ഒരവസ്ഥയെന്ന് ഞാൻ കാണുന്നത്. വൈ? ബിക്കോസ് നമ്മുടെ ഒരു ബ്രഷ് തട്ടി ഒരു ഓറൽ ത്രഷ് വന്നു കഴിഞ്ഞാൽ അത് എത്ര നാളെടുക്കും ഹീൽ ചെയ്യാൻ? അതേപോലെയാണ് ഇതിനകത്ത് മൈക്രോ ഇഞ്ചുറീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടിൻ്റെ ഉള്ളിലോട്ട് വിടുന്നത്. ഇറ്റ് ടേക്സ് ടൈം ടു ഹീൽ. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഈ വളരെ സാധാരണക്കാരായ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ കവിളിൻ്റെ ഇവിടെ കരിമാംഗല്യം നമ്മൾ പറയും, പിഗ്മെൻറ്റേഷൻ. അത് എങ്ങനെയാണ്? അത് സ്വാഭാവികമാണോ? അതിന് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടോ? അതിനെന്താണ് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? മെലാസ്മയും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഫ്രെക്കിൾസ്, ഏജ് സ്പോട്സ്, അങ്ങനെയുള്ള എല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് മെയിൻ്റനൻസ് ഉണ്ട്. ബിക്കോസ് നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ പ്രോൺ ആയിട്ടുള്ളവരായതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് സ്വിച്ച് ഇട്ട് കണക്ക് നിർത്തി കഴിഞ്ഞാൽ അത് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ റിസൾട്ട് കിട്ടും, ആ പിഗ്മെൻറ്റേഷൻ മാറും, ബാക്കി പേഷ്യൻ്റെ കയ്യിലാണ്. ചില പേഷ്യൻസ് ഉണ്ട് വളരെ കഷ്ടപ്പെട്ട് എന്താ പറയുക വെളുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യും. വൺസ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സൺസ്ക്രീനും വേണ്ട, ഒന്നും വേണ്ട, പിന്നെ ഒന്നും ചെയ്യില്ല. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, കോവിഡ് ടൈമിൽ ഒരു മാരേജിന് വേണ്ടിയിട്ട് ഒരു ഹൈഡ്രോഫേഷ്യൽ എന്തോ ചെയ്തതാണ്. പുള്ളിക്കാരിക്ക് ചെറിയൊരു SLE പോലെയുള്ള ഒരു അണ്ടർലൈൻ കണ്ടീഷൻ ഉണ്ട്. SLE എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ഓക്കെ, നമ്മുടെ ബോഡിയാണ് നമുക്ക് എതിരെ നീങ്ങുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോഫേഷ്യലിനകത്ത് ഒരു LED ഒരു ലൈറ്റ് വരുന്നുണ്ട്. ആ ലൈറ്റ് എന്ത് ചെയ്തു, ഈ ലീഷൻസിനെ ട്രിഗർ ചെയ്തു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദിസ്, കോവിഡ് ടൈമിലൊക്കെ ഹൈഡ്രോഫേഷ്യലൊക്കെ ഇങ്ങനെ ബൂമാണ്. അപ്പം ഭയങ്കര നല്ലൊരു സലൂണിൽ നിന്ന് ഭയങ്കര റേറ്റിലാണ് ആ കുട്ടി ചെയ്തത്. സലൂൺകാരുടെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് പറയാനും പറ്റില്ല. ബിക്കോസ് ഇങ്ങനെ ഒരു അണ്ടർലൈൻ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ആ LED ലൈറ്റ് എന്ത് ചെയ്തു, ഇതിനെ ട്രിഗർ ചെയ്തു. അന്ന് ഈവനിങ് ആയപ്പോൾ ഈ കുട്ടിയുടെ കളറ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റെഡായി, നൈറ്റോടെ അത് ഡാർക്ക് ഗ്രേ ആയി. അതായത് നമ്മൾ വിളക്കൊക്കെ ക്ലാവ് പിടിക്കില്ലേ, അതിനകത്തുള്ളൊരു ഗ്രീനിഷ് ഗ്രേ കളറായി. അപ്പോൾ ഒരാൾ കറുത്തു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല അല്ലേ, അതൊരു കളറാണ്. ഒരു വൈറ്റ് സ്കിൻ അല്ലെങ്കിൽ ഒരു ഫെയർ സ്കിൻ പോലെയുള്ളൊരു ബ്രൗൺ സ്കിൻ. പക്ഷേ ഇതിങ്ങനെ ഒരു ഗ്രേ ഗ്രീൻ കളറായി. ആൻഡ് 2 ദിവസം കഴിഞ്ഞാൽ മാരേജ് ആണ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ആ പയ്യൻ ആദ്യം കണ്ട കുട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ അല്ല. അത് മാത്രമല്ല, പയ്യന്റെ കാര്യം മാത്രമല്ല, ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെ വിവാഹം എന്നുള്ള ഒരു ഡ്രീമിലേക്ക്. അതെ, പക്ഷെ അത് പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കോൾ ഓഫ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് അവർ ഓൾമോസ്റ്റ് 11 lakhs സ്പെൻഡ് ചെയ്തു പല ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സിലായിട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നതും ഈ പറഞ്ഞ പോലെ ചാരത്തിൻ്റെ കളറില്ലേ, പണ്ടൊക്കെ നമ്മൾ അടുപ്പത്ത് ചോറൊക്കെ വെക്കുമ്പോൾ ചാരം, ആ ചാര കളറിലാണ് വന്നത്. അപ്പോഴും ഞാൻ പറയുവാണ്, ഞാനൊരു കോംപ്ലക്ഷനെ ഹൈലൈറ്റ് ചെയ്യോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യോ ചെയ്യുമല്ല, ഇറ്റ് ഈസ് എ സ്കിൻ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അത് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഈവൻ ടോൺ ആക്കാൻ ഇറ്റ് ടുക്ക് 8 months ഫോർ മീ. 8 മാസത്തെ ട്രീറ്റ്മെൻറ്റിൽ ആ കുട്ടി ഭയങ്കര ബ്യൂട്ടിഫുള്ളായി. അതിൻ്റെ സ്കിൻ ടോൺ അത് നേരത്തെ ഇരുന്നതിലും 2 times ലൈറ്റർ ഷെയ്ഡും ആയിട്ടുണ്ട്. അപ്പം ഐ വാസ് വെരി ഹാപ്പി. എന്നെയാണ് പിന്നത്തെ കല്യാണം, ആദ്യത്തെ കല്യാണം വിളിക്കുന്നത് എന്നെയാണ്. അതൊക്കെ എന്ന് പറയുന്ന ഒരു ഭയങ്കര മൊമെൻ്റാണ് സത്യം. അതുപോലെ ഒത്തിരി നാൾ വാട്സപ്പിൽ DP ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് DP ഇട്ടിട്ട് ഡോക്ടർ യു ആർ ദ റീസൺ ഫോർ മീ പുട്ടിങ് DP എന്നൊക്കെ പറഞ്ഞ മെസ്സേജൊക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എനിക്കൊരു ഗൂസ് ബംസ് വരുന്നത് പോലെയൊക്കെയാണ്. പക്ഷേ ലേറ്റർ ഓൺ ആഫ്റ്റർ മാരേജ് ഒരു 2-3 months കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ വരുന്നില്ലേ, ഡോക്ടറെ ഇപ്പം ഞാൻ മുഖം ഒന്ന് കഴുകുന്ന സോപ്പ് ഇട്ടിട്ടാണ്, ഞാൻ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇത്ര കഷ്ടപ്പെട്ട് കിട്ടിയ റിസൾട്ടാണ്. പിന്നെ അത് എൻ്റെ കാര്യമല്ല, അത് അവരുടെ മാത്രം പേഴ്സണൽ കാര്യമാണ്, വെദർ ഷീ നീഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ് ഓർ നോട്ട്. അതെനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. ഞാൻ ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഫൈൻ. ഇപ്പോൾ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഞാൻ തന്നെ വിചാരിക്കണം അല്ലേ. ഒരു അണ്ടർലൈൻ ഒരു പ്രശ്നമുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ റിക്കവർ ചെയ്ത് വന്നത്. അപ്പോൾ ഞാൻ എല്ലാ ആൾക്കാരോടും പറയാണ്, ഇഫ് യു ആർ ഗോയിങ് ഫോർ
ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഇൻവെസ്റ്റ്. ഡോക്ടർ, അപ്പോൾ പലർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനിത് വളരെ എക്സ്പെൻസീവായി മെയിൻറ്റെയിൻ ചെയ്യണോ അതോ പൂർണ്ണമായും വെയിൽ കൊള്ളാണ്ടിരിക്കണോ? ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടി കൊടുക്കാവോ? എങ്ങനെയാണ് ആഫ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്ലെൻസർ, ഒരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആൻഡ് എ സൺസ്ക്രീൻ വിൽ ഡു. പിന്നെ പിഗ്മെന്റേഷൻ ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ ഒരു ഡീ പിഗ്മെന്റിങ് ക്രീം, അത് അവരുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് കൊടുക്കാനും പറ്റും. ഓക്കെ ഡോക്ടർ, അപ്പോഴും പലർക്കുള്ള സംശയമാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഈ രണ്ട് വിരലുകളിൽ എടുത്തിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ഒരുപാട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ഈ ടീസ്പൂൺ റൂളും 2 ഫിംഗർ റൂൾ 3 ഫിംഗർ റൂൾസ് ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ആക്ച്വലി സൺസ്ക്രീൻ നമ്മൾ എക്സ്പോസ്ഡ് ഏരിയയിൽ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. എക്സ്പോസ്ഡ് ഏരിയ ഇപ്പം പല ഡ്രസ്സിങ്ങിലും മാഡം ഇപ്പം ഇത്രയും മാത്രമാണ് എക്സ്പോസ് ചെയ്തേക്കുന്നത്, ഞാൻ എൻ്റെ കൈയും കൂടെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ രണ്ടുപേരും എക്സ്പോസ്ഡ് ഏരിയ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇടുമ്പോൾ ചെവി സഹിതം ഇടുക വേണം. അതെ, അങ്ങനെയാണ് സൺസ്ക്രീൻ ഐഡിയലി ഇടേണ്ടത്. സൺസ്ക്രീനിൻ്റെ ഒരുപാട് ഫോർമുലേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള മിസ്റ്റ് സ്പ്രേ സൺസ്ക്രീൻ ആണ്. ഒരു മിസ്റ്റിൽ വരുന്ന സൺസ്ക്രീനിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഒട്ടും തരില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഫാൻസി. ഇറ്റ് ഈസ് ഫാൻസി. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം മിസ്റ്റ് ഇരുന്ന് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടി വരും. ഡോക്ടർ, അതുപോലെ നമ്മൾ ഇൻറ്റിമേറ്റ് വെൽനസിനെ കുറിച്ച് സംസാരിച്ചു, ഫേസിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന എന്നാൽ അധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു ഏരിയയാണ് ഈ ബോഡി കോണ്ടൂറിങ്. ഫേസ് പോലെ തന്നെ പ്രധാനമാണ് ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക ഒരാൾക്ക് വളരെ കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ബോഡി കോണ്ടൂറിങ്? എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ബോഡി കോണ്ടൂറിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ മെയിൻലി എൻ്റെ അടുത്ത് വരുന്നത് ബ്രസ്റ്റ് ആൻഡ് ബട്ടക്ക് ഓഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഈ എന്താ പറയുക ജിമ്മിൽ പോയി വെയിറ്റ് ലോസ് ചെയ്തു പക്ഷേ ടമ്മി മാത്രം അങ്ങനെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ലവ് ഹാൻഡിൽസ് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ ആ ഏരിയയിലെ ഫാറ്റ് റിഡക്ഷൻ, സ്പോട്ട് റിഡക്ഷൻ, ഡബിൾ ചിൻ റിഡക്ഷൻ അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും ഈ ബോഡി കോണ്ടൂറിങ്ങിൽ വരുന്നത്. ഡബിൾ ചിൻ റിഡക്ഷൻ ഒക്കെ എനർജി ബേസ്ഡ് ഡിവൈസ് അല്ലെങ്കിൽ മൈന്യൂട്ട് ഇഞ്ചെക്ഷൻസ് അതും അല്ലെങ്കിൽ ത്രെഡ്സ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ എൻഡോലിഫ്റ്റ് പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇന്ന സിംഗിൾ സെഷൻ നമുക്ക് ഡബിൾ ചിൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. യെസ്. അതുപോലെ നെക്കിൻ്റെ ഏരിയയിലും ആ ഒരു റിജുവനേഷൻ വേണം. പിന്നെ ഇപ്പം കൂടുതലും ഈ ജെൻസി എല്ലാം ഈ ഒരു ഡെക്കൾട്ടാജ് ഏരിയ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ ഒരു കാറ്റഗറി ആൾക്കാരാണ് അയ്യോ അത് വേണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള ജെൻസി അതൊരു ട്രെൻഡാണ്. അപ്പോൾ ആ ഏരിയയുടെ റിജുവനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആ ക്ലീവേജ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ആ ക്ലീവേജ് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊത്തിവെച്ച പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഗ്മെൻറ്റേഷൻ മീൻസ് സംതിങ് വി ആഡ് ഓൺ ആൻഡ് കോണ്ടൂർ ആണ്. അവിടെ സബ്ട്രാക്ഷൻ നടക്കില്ല. മീൻസ് ഒരു ബസ്റ്റി ആയിട്ടുള്ള ലേഡി, ബസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾവേസ് എ സർജറി. അതല്ല, ഒരു എ കപ്പിൽ നിന്ന് ഒരു ബി ഓ സിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അതാണ് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ. ബട്ടക്സും അതുപോലെ നമുക്ക് ഓഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ബെല്ലി ഫാറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതിന് നമുക്ക് ശരിക്കും എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഞാൻ ബേസിക്കലി ഒരു ഇഞ്ചക്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇഞ്ചക്റ്റബിൾസ് വെച്ചിട്ടാണെങ്കിൽ ഫ്യൂ സെഷൻസ് മതി. ആഫ്റ്റർ എ സിംഗിൾ സെഷൻ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, you want to wear a jeans, okay, and your size is 32, we are assuming. അപ്പം ഈ അടുത്തിടയ്ക്ക് ഒരു 30 ജീൻസ് മേടിച്ച് വെച്ചിട്ടുണ്ട് ആൻഡ് യു വോണ്ട് ടു ഗെറ്റ് ഫിറ്റ് ഇൻ ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യും, എത്ര നാൾ എക്സസൈസ് ചെയ്താൽ പറ്റും? അപ്പോൾ വന്ന് ഈ ഒരു ഇഞ്ചെക്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 4 days ടൈം ആ ഇഞ്ച് ലോസ് ആൻഡ് ആ 30 സൈസ് ജീൻസിൽ കയറാൻ പറ്റും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു എന്നല്ല, ആ ഇഞ്ച് ലോസ് അവിടെ ഉണ്ടാവും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് പേഷ്യൻ്റ് 2 കിലോ കുറഞ്ഞു എന്ന് ഒരർത്ഥമില്ല. അവിടെ ഇഞ്ച് ലോസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആൻഡ് ഇഫ് ദ പേഷ്യൻ്റ് ഇസ് മെയിൻറ്റെയിനിങ് ഇറ്റ് പ്രോപ്പർലി, അത് അങ്ങനെ അങ്ങ് നിന്നോളൂ വിത്ത് പ്രോപ്പർ ഡയറ്റ്, സ്മോൾ ബിറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ് ഓർ എക്സസൈസ്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ, ഈ ബ്രസ്റ്റ് സാഗിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ പലർക്കും ഉള്ളൊരു കണ്ടീഷനാണ് പ്രോപ്പർ സൈസ് ഇല്ല. ചിലപ്പോൾ
പെൺകുട്ടികൾക്ക് ഒരു 20കളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നതായിരിക്കാം. അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവ്, അതിന് ശരിക്കും ഇഞ്ചെക്ടേഴ്സ് അവൈലബിൾ ആണോ, ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണോ? യെസ്, ആ ഒരു സിമെട്രി എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കൊരു 4-5 പേഷ്യൻ്റ് ഉണ്ട്, ലൈക്ക് രണ്ട് സൈഡും രണ്ട് പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ രണ്ട് കൈ പോലും എടുത്തു വെച്ചാൽ രണ്ടിനും രണ്ട് വണ്ണമല്ലേ, അതുപോലെയാണ് ചില ആൾക്കാർക്ക് ബ്രസ്റ്റും വന്നിട്ട് ഒരെണ്ണം കുറച്ച് സൈസ് ലാർജർ ആയിരിക്കും അത് സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെ ഒരു കാര്യം നമുക്ക് ഇഞ്ചെക്റ്റബിളിലൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇൻ എ സിംഗിൾ സെഷൻ, നോ ഇംപ്ലാന്റ്സ്, നോ കട്ട്സ്, നോ ഡൗൺ ടൈം, നോ ഹോസ്പിറ്റലൈസേഷൻ, ഒന്നുമില്ല. ജസ്റ്റ് എ മാറ്റർ ഓഫ് 2 hours, അത്രയേ ഉള്ളൂ ആ പ്രൊസീജിയർ. സാഗിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഗ്രാവിറ്റി കൊണ്ട് അത് വളരെ സ്വാഭാവികമായൊരു പ്രക്രിയയാണോ, അതോ അത് ശരിക്കും ഒന്ന് കെയർ ചെയ്യണം എന്നെപ്പോഴാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്? സ്ത്രീകൾ എന്ത് ആശങ്കയായിട്ടാണ് വരുന്നത്? ബ്രസ്റ്റ് സാഗിങ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് വരുന്നത് ഈ പോസ്റ്റ് പ്രഗ്നൻസി ആൻഡ് വെയിറ്റ് ലോസ് ആണ്. അപ്പം ബ്രസ്റ്റ് റെസ്റ്റ് ചെയ്യുന്നത് മസിലിലാണ്, അതിനകത്തുള്ള ഒരു ഫാറ്റ് ആൻഡ് ഗ്ലാൻഡുലർ ടിഷ്യൂ ആണ് ഉള്ളത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ ലാക്ടേഷനൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് സാഗായി പോകും. ചില ആൾക്കാർക്ക് ബ്രസ്റ്റ് ലിഫ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യാറുണ്ട്. അത് സർജിക്കലി ആൻഡ് നോൺ സർജിക്കലി ചെയ്യാൻ പറ്റും. യൂസിങ് ത്രെഡ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ആ ഒരു ഷ്രിങ്ക് ആയിട്ടുള്ള ആ ഒരു സ്കിന്നിനെ നമുക്ക് ഒന്ന് റിജുവനേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ദാറ്റ് ഈസ് എ ബ്യൂട്ടി ഓഫ് ബ്രസ്റ്റ് റിജുവനേഷൻ. ഓക്കെ, ഞാനിനി ഡോക്ടറോട് കുറച്ച് ആശങ്കകൾ പൊതുവേ കേട്ടിട്ടുള്ളതും നമ്മൾ അനുഭവിക്കുന്നതൊക്കെ പറയാം. എന്താണ് ഡോക്ടർക്ക് ഒരു ക്വിക്ക്, എന്ത് പ്രൊസീജിയറും ആയിക്കോട്ടെ അത് പറയാനുള്ളത്? മുടി വല്ലാണ്ട് കൊഴിയുന്നു, ഇപ്പോഴാണ് ഇത് തുടങ്ങിയത്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്തായിരിക്കും ഇതുമായി വരുന്നവരോട് ആദ്യം പറയാനുള്ളൊരു കാര്യം? ആദ്യം പറയുന്നത് ചെക്ക് ഫ്യൂ പാരാമീറ്റേഴ്സ്: വൈറ്റമിൻ ഡി, തൈറോയിഡ്, ഫെറിറ്റിൻ, B12, ഹീമോഗ്ലോബിൻ. ഫീമെയിൽ ആണെങ്കിൽ അവരുടെ സൈക്കിൾസ്, PCOD, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്ലീപ്പ്, സ്ട്രെസ്സ്, അതുപോലെ വാട്ടർ ഇൻടേക്ക് ആൻഡ് ഡയറ്റ്. ഇത്രയും കാര്യങ്ങൾ ചോദിച്ച ശേഷം മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നത്. ഡോക്ടർ, എൻ്റെ കണ്ണ് കുഞ്ഞി കണ്ണാണ്, ഇത് കുറച്ചുകൂടെ വിടർന്ന് കിട്ടിയെങ്കിൽ എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ കണ്ണുകൾ കുറച്ച് എൻഹാൻസ് ചെയ്യാൻ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്? യെസ്, ട്രീറ്റ്മെൻറ്റ് അത് സർജിക്കൽ ഓപ്ഷനും ഉണ്ട്, നോൺ സർജിക്കൽ ഓപ്ഷനും ഉണ്ട്. ഞാൻ മെയിൻലി ഒരു മൈനർ ആയിട്ടുള്ളൊരു സർജിക്കൽ ഓപ്ഷനാണ് കൂടുതലും ചെയ്യാറ്. ബ്ലിഫറോപ്ലാസ്റ്റി എന്ന് പറയും. ജസ്റ്റ് ഒന്നുമില്ല, അപ്പർ ഐലിഡിൻ്റെ ആ ഒരു സ്കിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ആരും കാണാത്ത രീതിയിൽ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു സ്യൂച്ചറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആൻഡ് ഒരു 5 days കഴിയുമ്പോൾ സ്യൂച്ചർ എടുക്കുവാണെങ്കിൽ അത് നാച്ചുറൽ ക്രീസ് പോലെ ഇരിക്കും, ഒരു കട്ട് പോലും പുറത്ത് കാണില്ല. യെസ്, അത്രത്തോളം എളുപ്പമുള്ള ഒരു പ്രൊസീജിയറാണ്. അതുപോലെ ഡൗൺ ടൈമോ, അല്ലെങ്കിൽ ഡൗൺ ടൈം എന്ന് പറയുമ്പോൾ ഒരു 3 to 5 days എന്തായാലും കാണും. അല്ലാതെ ഒരു ഹോസ്പിറ്റലൈസേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഇസ് ലൈക്ക് എ വെരി സിമ്പിൾ പ്രൊസീജിയർ. മുഖത്തിന് വല്ലാത്ത മാറ്റം നൽകാറുണ്ടോ? എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? യെസ്, ഒരു കണ്ണിങ്ങനെ വിടർന്നിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര ഭംഗിയല്ലേ. പാർവതിക്കും കാവ്യമാധവനും ഒക്കെ പറയുന്ന ഒരു. അതെ 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 ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഒരു ഏജ് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, ഈ പുരികം സാഗ് ചെയ്യുന്നു എന്നുള്ള ഒരു കണ്ടീഷൻ, അതിന് ശരിക്കും എന്താണ്? ഈ ഡ്രൂപ്പിങ് അതിൻ്റെ എക്സ്റ്റെൻഡ് എങ്ങനെയാണെന്നുള്ള അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ഈ ലിഫ്റ്റ് ചെയ്യും, നമ്മൾ ഐബ്രോസ് ലിഫ്റ്റ് ചെയ്യും വിത്ത് ത്രെഡ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ കുറച്ച് ഈ അറബിക് ടച്ച് നമ്മുടെ ആ ഒരു സ്റ്റൈലിങ്ങിലോട്ട് വരുന്നുണ്ട്. അറബ്സിനാണ് കൂടുതൽ ഈ ഫോക്സി ഐബ്രോസ്, ഇങ്ങനെ ഈ അറ്റം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ത്രെഡ്സിൽ നമുക്ക് പോസിബിൾ ആണ്, അതിന് സർജറിയുടെ ഒന്നും ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ഈ ഒരു ഐൻ്റെ ഏരിയയിൽ സ്കിൻ കൂടുതലാണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ആ ഒരു കട്ട് സർജറിയും കൂടെ ചെറുതായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പക്ഷേ ഇതെല്ലാം ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആണ്, ഓരോരുത്തരുടെയും ആ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ്. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് പലരുടെയും പ്രശ്നമാണ്. അത് കാജൽ ഉപയോഗിച്ചിട്ടാണോ വരുന്നതെന്നുണ്ട്, ഉറക്കം ശരിയാവാഞ്ഞിട്ടാണോ? ഇതിനൊക്കെ എന്താണ് പരിഹാരം പറയാറുള്ളത്? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഐ മേക്കപ്പ് കൊണ്ടാണോ എന്ന്. ഐ മേക്കപ്പ് കൊണ്ട് പിഗ്മെന്റേഷൻ വരുമെങ്കിൽ അത് വളരെ ടെമ്പററി ആണ്. വളരെ ടെമ്പററി ആണ്. ബിക്കോസ് ആ മേക്കപ്പ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാത്തത് കൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് അവിടെ ഒരു പിഗ്മെന്റേഷൻ വരുന്നത്. പിന്നെ കൂടുതലും എന്നെ കാണാൻ വരുന്നത് ഈ സ്ക്രീൻ ടൈം കൂടുതലുള്ള ആൾക്കാരാണ്. ടെക്കീസ്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. അവരുടെ ഓക്കുപ്പേഷൻ എഴുതാതെ തന്നെ എനിക്ക് അവരെ കാണുമ്പോൾ അറിയാൻ പറ്റും ദേ വർക്ക് ഓൺ സിസ്റ്റം എന്നുള്ളത്.
വൈ ബിക്കോസ് അവർക്കാണ് ഈ അണ്ടർ ഐ ഏരിയയിൽ ഒത്തിരി ഡാർക്ക്നെസ്, ചുളിവുകൾ ആൻഡ് ചുരുങ്ങിയിരിക്കുന്ന സ്കിന്നൊക്കെ വരുന്നത്. ആൻഡ് ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ ഈ ഇൻഡോർ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ സൺസ്ക്രീനോ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യുന്നുമില്ല. ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വില്ലനാണ്. നമ്മുടെ ഐസിന് പെട്ടെന്ന് ഏജിങ് അയക്കും. അതുപോലെ ഒരു ഫേസിൽ ഐസിന് പെട്ടെന്ന് ഏജിങ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എവറിത്തിങ് ഇസ് ലൈക്ക് ഡ്രാമാറ്റിക്. ഓക്കെ ഡോക്ടർ, അതുപോലെ പലർക്കും ഒരു സംശയം ഉണ്ടാണ്. എനിക്ക് നുണക്കുഴി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് സിൻഡ്രോമൊക്കെ കണ്ടിട്ട് ഞാൻ ഫാനാണ്. ഈ നുണക്കുഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ആക്ച്വലി നുണക്കുഴി എന്ന് പറയുന്ന ഒരു ബർത്ത് ഡിഫക്റ്റ് ആണ്. നമ്മുടെ സൈഗോമാറ്റിക് മസിൽ അതിനകത്ത് വരുന്ന ഒരു കുഞ്ഞൊരു ഡിഫക്റ്റ് ആണ്. അപ്പം ഇപ്പോൾ ആൾക്കാർ അതൊക്കെ എംബ്രേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രീതി സിൻഡ അല്ലെങ്കിൽ ആലിയ ഭട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അവരൊക്കെ ഈ പ്രൊസീജിയർ ചെയ്തിട്ടാണോ നാച്ചുറലി ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു ഒരു മാസം നമുക്കൊരു 10-15 കേസസ് റഫ്ലി വരുന്നുണ്ട്. മെയിൽസും വരുന്നുണ്ട് ഇതിന്. തീർച്ചയായിട്ടും അതൊരു വണ്ടറാണ്. എനിക്ക് ആദ്യമൊക്കെ മെയിൽസിന് എന്തിനാ ഇപ്പം നുണക്കുഴി എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, മെയിൽസിനും ഭയങ്കര ഇഷ്ടമാണ് ഈ നുണക്കുഴി എന്ന് പറയാം. ഇറ്റ് ഇസ് ലൈക്ക് സ്മോൾ സർജറി. അതിന് കട്ട്സോ ഒന്നും പുറമേ കാണില്ല. ഉള്ളിൽ ചെറിയൊരു കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മസിലിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ആൻഡ് വി വിൽ ക്ലോസ് ഇറ്റ്. ഒരു പല്ലെടുത്തു കഴിഞ്ഞാൽ എന്തോരും അതിൻ്റെ പകുതി ബുദ്ധിമുട്ടേ ഉള്ളൂ. ഒരു 3 ഡേയ്സിൽ അത് ഹീലാവുകയും ചെയ്യും. ഡോക്ടർ, അതുപോലെ തന്നെയാണ് പലർക്കും ഉള്ളൊരു ഇതാണ്. എൻ്റെ ചിൻ ഭയങ്കര ചെറുതാണ്. അപ്പോൾ എനിക്ക് ചിന്നൊന്ന് പ്രൊജക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുള്ളത്. അതിനെന്താണ് സർജിക്കൽ അല്ലാണ്ടുള്ള ഓപ്ഷൻസ് എന്തുണ്ട്? ഓക്കെ, സർജിക്കൽ അല്ലാണ്ടുള്ള ഓപ്ഷനാണ് ഞാൻ കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത്. സർജിക്കൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ചിന്ന ഇംപ്ലാന്റേ ഉള്ളൂ. നമ്മളുടെ ഒരു ലൈഫ് ടൈമിൽ ഒരു 4 തവണയെങ്കിലും മോർഫോളജി ചേഞ്ച് ചെയ്യുന്ന ഒരു ബോണാണ് നമ്മുടെ ലോവർ ജോ ഓർ ദ മാൻഡിബിൾ. അപ്പോൾ അതിനകത്ത് ഐഡിയലി സർജറി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ ഒരു ചിന്ന എൻഹാൻസ്മെൻറ്റ് വിത്ത് ഫില്ലേഴ്സ് നമുക്ക് പോസിബിൾ ആണ്. അത് എത്ര വേണമെങ്കിലും എൻഹാൻസ് ചെയ്യാം. പക്ഷേ ഒരു സട്ടിൽ ചേഞ്ച് വരെയാണ് ഐഡിയലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, മജോറിറ്റി ആൾക്കാർക്ക് നല്ല നെറ്റി കാണും, വില്ല് പോലുള്ള പുരികം കാണും, നല്ല കണ്ണ്, മൂക്ക്, ചിരി. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് സട്ടിലായിട്ട് ഒരു ചെറിയൊരു ലിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് എൻഹാൻസ് ചെയ്യുവാണെങ്കിൽ ഫേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഇത് ശരിക്കും റിവേഴ്സിബിൾ ആണ്. ഇത് തിരികെ പോവോ നമ്മൾ ഈ ഫില്ലേഴ്സ് ചെയ്യുകയാണെങ്കിൽ? ഞാൻ യൂസ് ചെയ്യുന്നത് മെഡിക്കൽ ഗ്രേഡ് HA ഫില്ലേഴ്സ് ആണ്. ദേ ആർ ബേസിക്കലി ഷുഗേഴ്സ് വിച്ച് ആർ നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി. ഓക്കെ, അപ്പോൾ ഈ ഷുഗേഴ്സിൻ്റെ ആ ഒരു കണ്ടന്റ് ഒരു 30 years അബവ് വരുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഇത് കുറയും, ഡിപ്ലീറ്റ് ചെയ്യും ഇതിൻ്റെ ലെവൽസ്. എന്നിട്ട് ഇതിനെ മെൽറ്റ് ചെയ്യുന്ന ഹൈലേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. അത് നമ്മുടെ ബോഡിയിലുള്ളതാണ്. ദേ വിൽ ഈറ്റ് അപ്പ് ഓൾ ദ HA പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി. അപ്പോൾ ഈ HA നമ്മൾ ഇവിടെ വെക്കുമ്പോഴത്തേനും ബോഡിക്ക് അറിയില്ല ഇത് നമ്മളുടേതാണോ പുറത്തുനിന്ന് വന്നതാണോ എന്നൊന്നും. അപ്പോൾ ഇത് എത്ര നാൾ ഇരിക്കും എന്നുള്ളത് നമ്മുടെ ബോഡി എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഹൈലേസ് എൻസൈം എങ്ങനെ ഈ ഫില്ലേഴ്സിനെ ഈറ്റപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാർ കുറച്ചൊന്ന് ഓവർഡു ചെയ്യും. കാര്യം എവറി നൗ ആൻഡ് ദെൻ അവർക്ക് റീഫിൽ ചെയ്യേണ്ട. വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 years ഒക്കെ എന്തായാലും അത് അതുപോലെ തന്നെ നിൽക്കും. പിന്നെ ചില ആൾക്കാരുണ്ട് ഒരു നാച്ചുറലി അല്ല കുറച്ചും കൂടെ ഒന്ന് എലിവേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചിന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചിൻ മാത്രം 1 ml വെക്കുന്നവരും ഉണ്ട്, 2 ml വെക്കുന്നവരും ഉണ്ട്. 2 ml വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കൊന്ന് ഡ്യൂറേഷൻ കുറച്ചും കൂടെ കിട്ടും. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ആൻഡ് ഫേസ് റിയലി പോയിന്റഡ് ആവും, കുറച്ചും കൂടെ സ്ലിം ആയിട്ട് ഫീൽ ചെയ്യും. ഡോക്ടർ, നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്തു, സംസാരിച്ചു. ഇനി എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, നിങ്ങളെ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ, നിങ്ങളുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരവസ്ഥ നിങ്ങളുടെ ഒരു കോൺഫിഡൻസിനെ, ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള ഒരു ഡോക്ടറെ അടുത്തായിരിക്കണം നിങ്ങൾ എത്തേണ്ടത്? എങ്ങനെയായിരിക്കണം നിങ്ങളതിനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോവുകയാണ്, നിങ്ങളൊരു മനോഭാവം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് പേഷ്യൻറ്റിൻ്റെ? ഞാൻ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നത് എന്നെ ജഡ്ജ് ചെയ്യാത്ത, എൻ്റെ കാര്യങ്ങൾ ഒരിക്കലും പുറത്തോട്ട് പോവില്ല എന്ന് ഉറപ്പുള്ള, ഒരു പ്രൈവസി എൻഷുർഡ് ആയിട്ടുള്ള, മീൻസ് എന്ത് സംസാരിക്കുന്നു ദാറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ യു ആൻഡ് മീ. അതായിരിക്കണം. പിന്നെ അവർ എക്സ്പെർട്ടൈസ്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ മെയിൻലി നോക്കുന്നത്. ആസ് എ ഡോക്ടറുടെ ഒരു രീതി എങ്ങനെയാണ്? ഡോക്ടറുടെ അടുത്തേക്ക് ഒരു പേഷ്യൻറ്റ് ചിലപ്പോൾ ഇൻറ്റിമേറ്റ് വെൽനെസ് ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ സ്വകാര്യമായ ദുഃഖങ്ങളുമായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. എങ്ങനെയാണ് ഡോക്ടർക്ക് പേഷ്യൻസിനോടുള്ളൊരു മനോഭാവം, അതെങ്ങനെയാണ്?
എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻ്റ് ഇത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, ഇത്ര സെഷൻസ് വരുന്നു എന്നുള്ളതിലല്ല, അവരെങ്ങനെ വന്നു ആൻഡ് അവരെങ്ങനെ പോകുന്നു. ഈ നമ്മൾ മാത്സ് പീരീഡിലെ ഈ അവസാനത്തെ ആ ഒരു ആൻസർ ഇട്ടിട്ട് ആ 2 വരെ ഇടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് എനിക്ക് ഓരോ ബിഫോർ ആൻഡ് ആഫ്റ്ററിലും ഞാൻ കാണുന്നത്. ബിക്കോസ് എങ്ങനെ വന്ന പേഷ്യൻറ്റിനെ എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഇത് വലിയ കാര്യമാണ്. ബിക്കോസ് എവറി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അതൊക്കെ ഞാൻ സൂക്ഷിക്കുന്ന കണക്ക് എനിക്ക് തോന്നുന്നു അത്രയും ഇതായിട്ട് ആരും സൂക്ഷിക്കില്ല. ബിക്കോസ് എൻ്റെ റൈറ്റ് ഫ്രം മൈ ഫസ്റ്റ് പേഷ്യൻറ്റ് ഇതുവരെ ഉള്ള എല്ലാവരുടെയും ഞാൻ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, ഇതുപോലെ വളരെ സ്വകാര്യമായ കൺസേൺസുമായി വരുന്ന എല്ലാ മനുഷ്യർക്കും 2 വരെയിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കട്ടെ, ചെയ്തു കൊടുക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു.